हरे कृष्णा सर्वं कृष्णार्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा പവനപുരേഷൻ की जय ഓം ശ്രീ മാത്രേ നമഃ ഗുരുവായൂർ മഞ്ജരീസിന്റെ ഗീതാ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകിയ വേളയിലാണെങ്കിലും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. പിന്നെ ഇന്ന് എന്താ പറയാ, വലിയൊരു മഹത്തായ സത്യം നമുക്ക് പഠിപ്പിച്ചു തന്ന ഗുരുദേവിന്റെ ദിവസമാണ് ചതയദിനം. അദ്ദേഹത്തിന്റെ തൃപ്പാദങ്ങളിൽ നമുക്ക് നമസ്കരിക്കാം. കാരണം ഏത് ഗുരുക്കന്മാരായാലും ഏത് ആചാര്യന്മാരായാലും യാതൊരുവിധ വ്യത്യാസവും കാണാതെ അവരെ സ്വീകരിക്കുന്ന മനസ്സാണ് ഭാരതത്തിനുള്ളത്. അപ്പം അത് നമുക്കും വേണം. ഇല്ലമ്മ, ഒരു വിഷമവും ഇല്ല, ഞാൻ ഹാപ്പിയാണ്. കുറച്ച് യാത്ര ചെയ്തതിൻ്റെ ഒരു ടയർഡ്നെസ് ഉണ്ട്, അല്ലാതെ വേറെ വിഷമമൊന്നുമില്ല, ഹാപ്പിയാണ്. ഉറക്കം എനിക്ക് നന്നായിട്ടുണ്ട്, ഉറക്കം വരുന്നുണ്ട്, അതിൻ്റെ ഒരു ഇത്. പിന്നെ ഇവിടെ ഞാൻ 8:30 റെഡി ആയിരുന്നു. പക്ഷെ ഇവിടെ എൻ്റെ ഫ്രണ്ടിന്റെ വീട്ടിലാണ്. അപ്പൊ അവര് ഒരു കാളിയുടെ സിനിമ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മൂവി അവർ കണ്ട് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടൈം കൊടുത്തു. അതാണ് വെയിറ്റ് ചെയ്തത് 9:15 വരേക്കും. നമ്മൾ അവരെ ഡിസ്റ്റർബ് ചെയ്യരുതല്ലോ. അവർ ആ മൂവി നല്ല ഇൻട്രസ്റ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് ഞാനത് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് ബ്രേക്കപ്പ് ചെയ്താൽ അവർക്ക് ആ ത്രില്ല് പോയി പോകും. വേറെ എന്റർടൈൻമെന്റ് മൂവി അല്ലല്ലോ, ട്രഡീഷണൽ മൂവി അല്ലേ, അതുകൊണ്ട് സമയം കൊടുത്തതാണ്. വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പൊ നമ്മള് ഓക്കെ സുധാമ, ഞാൻ നോക്കിക്കോളാം. അപ്പോ നമ്മള് വളരെയധികം സന്തോഷത്തോടു കൂടി എല്ലാവരും ഓണം ആഘോഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയില്ല, ഇനി ആരെങ്കിലും എന്തെങ്കിലും സങ്കടത്തിൽ ഓണം ആഘോഷിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ ആ ഒരു വിഷമെല്ലാം മാറ്റിത്തരട്ടെ. അടുത്ത ഓണം നന്നായിട്ട് ആഘോഷിക്കാം. എനിക്കറിയാം കുറേ പേർക്ക് കുറേ സങ്കടങ്ങളുണ്ട്. അതെല്ലാ പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ടാണ് ഓരോരുത്തരും മുന്നോട്ട് പോകുന്നതെന്ന്. പിന്നെ നമ്മൾ ഡിസംബറിൽ വൈകുണ്ഠ ഏകാദശി തൊഴാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ബാലാജിയുടെ അടുത്തേക്ക്. പുതുവർഷം നമുക്ക് തിരുപ്പതിയിലായിരിക്കും. കുറച്ച് നാളായി യാത്ര പോയിട്ട് അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യാത്ര പോവുമായിരുന്നു. പോകാം, നമുക്ക് അടുത്ത വൃന്ദാവൻ യാത്ര പ്ലാൻ ചെയ്യാം. അതുപോലെ എന്താ പറയാ, ജഗന്നാഥ് പുരി, അങ്ങനെ കുറച്ച് നമുക്ക് സമയം പോലെ, എന്റെയും നിങ്ങളുടെയും സമയം പോലെ നമുക്ക് പോവാം. കാരണം നമ്മളൊരു മറ്റ് ഗ്രൂപ്പ് പോലെ അല്ലല്ലോ നമ്മൾ യാത്ര പോകുന്നത്, നമ്മളൊരു ടീമായിട്ടല്ലേ പോകുന്നത്. ഓക്കെ ആശാ മാതാജി. അപ്പോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ ഓണത്തിന് ഓണക്കോടിയൊക്കെ എടുത്തോ എല്ലാവരും? ഓണത്തിന് നല്ല സദ്യയൊക്കെ ഉണ്ടോ? കിച്ചൂട്ടന്റെ സദ്യയൊക്കെ എല്ലാവരും ലൈവിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ? ചതയദിനം ആഘോഷിക്കുന്ന ഒത്തിരി ഭക്തർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. അവർക്ക് എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ, അല്ലാത്തവർക്കും ഉണ്ടാവട്ടെ. നമുക്ക് അങ്ങനെ ഒരു ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ ഒരിക്കലും ആഘോഷങ്ങൾക്കൊന്നും യാതൊരു വേർതിരിവും ഇല്ല. ജാതി മത ഭേദമന്യാണ് ഗുരുവായൂർ മഞ്ജരീസ് എല്ലാവരെയും സ്വീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ജാതി മതം കുലം അങ്ങനെയൊന്നും ഇല്ല, നമുക്കെല്ലാം ഒന്ന് തന്നെയാണ് അല്ലെ. അപ്പം ഒത്തിരി പേര് ശ്രീനാരായണ ഗുരു ഭക്തരുണ്ട്. ഞാനും അദ്ദേഹത്തെ വണങ്ങാറുണ്ട്. എനിക്കും ഗുരുദേവന് ഇഷ്ടമാണ്. നല്ല നല്ല ആശയങ്ങളൊക്കെയാണ് അദ്ദേഹം സമൂഹത്തിന് പങ്കുവെച്ചത്. അപ്പം എന്താ പറയാ, എല്ലാം ഭംഗിയായി നടക്കട്ടെ അല്ലെ. ഒരുപാട് ആചാര്യന്മാരുള്ള ഒരു മണ്ണല്ലേ നമ്മുടേത്. പിന്നെ ലാസ്റ്റ് നമ്മൾ എടുത്ത ക്ലാസ് എവിടം വരെ ആയിരുന്നു എന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഞാൻ നോക്കട്ടെ ആരാ ഫസ്റ്റ് പറയാന്ന്. ഗീതയിൽ നമ്മൾ ലാസ്റ്റ് എവിടെയാ എടുത്തത്? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ലാസ്റ്റ് ശ്ലോകം നമ്മൾ വിഭൂതി യോഗം എന്ന അധ്യായത്തിലേക്കാണ് പോയത്. വിഭൂതി യോഗത്തില് നമ്മൾ ലാസ്റ്റ് എടുത്ത ശ്ലോകം ഏതാണ്? ഗുരുവായൂരപ്പനെ ഞാൻ നന്നായിട്ട് കണ്ടു, അത് പറയാൻ മറന്നുപോയി. 2, 3, 4 പ്രാവശ്യം കണ്ടു. 3-4 നിർമാല്യം തന്നെ തൊഴുതു. അവിടെ പോയിട്ട് ഉറങ്ങിയില്ല. 3-4 നിർമാല്യത്തിന് പോയി ഭഗവാനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്തു. അങ്ങനെ ഭഗവാനെ നന്നായി കാണാൻ സാധിച്ചു. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവരുടെ വിഷമങ്ങളും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചിട്ടുണ്ട്. പിന്നെ ആരോ ഒരാൾ ഒരു 101 രൂപ ഭഗവാന്റെ ഭണ്ഡാരത്തിൽ ഇടാൻ എന്നെ ഏൽപ്പിച്ചിരുന്നു. അത് ഞാൻ ഇട്ടിട്ടുണ്ട്. സുഖമില്ലാത്തൊരു മാതാജിയാണ്. അങ്ങനെ ഭഗവാന്റെ പായസമൊക്കെ കഴിച്ച് നെല്ലൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ അറിയാം ശ്രീയമ്മേ, എനിക്കറിയാം. പിന്നെ തിരുവോണ അന്നദാനമൊക്കെ കൊടുക്കണമെന്ന് വിചാരിച്ചപ്പോൾ ഷൂട്ട് വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഫ്രണ്ടിന്റെ വീട്ടിൽ വന്ന് സ്റ്റേ ചെയ്യുന്നത്. ഇനി ചെന്നിട്ട് ആ അന്നദാനമൊക്കെ കൊടുക്കണം, മധുരം ചേർത്ത് കൊടുക്കണം. നല്ലൊരു ബ്ലിസ്ഫുൾ ലൈവ് ആയിരിക്കും, അതെല്ലാവരും വന്ന് കാണണം. ഓക്കെ, ചാപ്റ്റർ 10 ശ്ലോകം 3. കൊള്ളാലോ അമ്മ, നക്കുൽ. അമ്മ ഇങ്ങനെ ലൈവ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നേരത്തെ ലാസ്റ്റ് ലൈവ് ഒക്കെ എടുത്ത് നോക്കി എഴുതി വെക്കുന്നുണ്ടാവും അല്ലേ?
എന്നാലും നല്ലത്. കാരണം ചില സന്ദർഭങ്ങളിൽ ഞാനിങ്ങനെ മാർക്ക് ചെയ്യാതെ പോകുമ്പോഴേ ഒന്ന് ഓർമ്മപ്പെടുത്തുന്നത് നല്ലതല്ലേ. അപ്പോൾ നമുക്ക് 5th ശ്ലോകം. ഓക്കെ അമ്മ, 4th 5th ശ്ലോകം ഒന്നായിട്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് വിഭൂതി യോഗത്തില് അധ്യായം 10 4ാമത്തെയും 5ാമത്തെയും ശ്ലോകം എന്താന്ന് നോക്കാം. 4ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ ബുദ്ധിർജ്ഞാനമ സമ്മോഹ ക്ഷമാ സത്യം ദമ ശമഃ സുഖം ദുഃഖം ഭവോ ഭാവോ ഭയം ചാഭയമേ വച എന്ന് പറയുന്നു. വിശ്വരൂപ ദർശനം എടുക്കണം രുക്മമാതാജി, അത് നെക്സ്റ്റ് ആണ്. വിഭൂതി യോഗം കഴിഞ്ഞിട്ടാണ് വിശ്വരൂപ ദർശനം. ഇത് 4ാമത്തെ ശ്ലോകം. 5ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ അഹിംസ സമത തുഷ്ടിസ്പദോ ദാനം യശോ യശ ഭവന്തി ഭാവഭൂതാന മത്ത ഏവ പൃഥഗ്വിദ എന്നാണ് പറയുന്നത്. ആ ശ്ലോകത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് ബുദ്ധി, ജ്ഞാനം, സംശയമില്ലായ്മ. ശ്രദ്ധിച്ചു കേൾക്കണേ. ബുദ്ധി, ജ്ഞാനം, സംശയമില്ലായ്മ, വ്യാമോഹമില്ലായ്മ, അതുപോലെ ക്ഷമ, സത്യം, ഇന്ദ്രിയ സംയമനം, മനസംയമനം, സുഖദുഃഖങ്ങൾ, ജനന മരണ ഭയങ്ങൾ, ഭയം, ഭയരാഹിത്യം, അഹിംസ, സമതുലിതാവസ്ഥ, തൃപ്തി, തപസ്, ദാനം, കീർത്തി, അപകീർത്തി എന്നിങ്ങനെ നമ്മളാകുന്ന ജീവാത്മാക്കൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിൽ കുറെ നല്ല ഗുണങ്ങളുണ്ട്, ചീത്ത ഗുണങ്ങളുണ്ട്. ഇതെല്ലാം തന്നിരിക്കുന്നത് ഭഗവാനാണ്. അതാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. ബുദ്ധിജ്ഞാനമസംഹോഹ ക്ഷമാ സത്യം ദമ ശമഃ സുഖം ദുഃഖം ഭവോ ഭാവോ ഭയം ച ഭമവേജ എന്നാ പറയുന്നത്. ഇതെല്ലാം തന്നിരിക്കുന്നത് ഭഗവാനാണ്. അഹിംസ സമത തുഷ്ടിസ്പദോദാനം യശോ യശഃ ഭവന്തി ഭാവഭൂതാന മത്ത ഏവ പൃഥഗ്വിദ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ നല്ലതും ചീത്തയുമായിരിക്കുന്ന എല്ലാ ഗുണങ്ങളും നമുക്ക് നൽകിയത് സാക്ഷാൽ ഗുരുവായൂരപ്പനാണ്. ജീവജാലങ്ങളാകുന്ന നമ്മള് അല്ലെ, ഈ ഭൂമിയിൽ വന്നിരിക്കുന്ന ജീവാത്മാക്കളായിരിക്കുന്ന നമ്മൾക്ക് നല്ലതും ചീത്തയുമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ ഭഗവാൻ സൃഷ്ടിച്ചിട്ടുണ്ട്. അതെല്ലാം ഈ ഒരു 4ാമത്തെയും 5ാമത്തെയും ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചു വരുന്നുണ്ട്. ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിയായ കാഴ്ചപ്പാടിലൂടെ ശരിയായ രീതിയിൽ കാര്യങ്ങളെ വിശകലനം ചെയ്യാൻ, മനസ്സിലാക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ ബുദ്ധി എന്ന് പറയുന്നത്. ചിലര് പറയാറുണ്ട് ഇതെല്ലാം ചെയ്തത് എന്റെ ബുദ്ധി കൊണ്ടാണ്, ഞാൻ കാരണമാണ്. അതല്ല ബുദ്ധി എന്ന് പറയുന്നത്. ഒരു കാര്യം നമ്മുടെ മുമ്പിൽ വരുമ്പോ ചാടിക്കേറി അതിനെ കുറ്റപ്പെടുത്താതെ, അതിനെ നമ്മൾ വല്ലാത്ത രീതിയിൽ സംസാരിക്കാതെ അതാദ്യം കേൾക്കുക, എന്താണ് കാര്യമെന്ന് ശ്രദ്ധയോടുകൂടി കേട്ടിട്ട് ശരിയായ കാഴ്ചപ്പാടിലൂടെ ഒരു പ്രശ്നത്തിന്റെ 2 വശങ്ങളെ നന്നായി മനസ്സിലാക്കിയിട്ട് ശരിയായ കാഴ്ചപ്പാടിലൂടെ വിശകലനം ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ ബുദ്ധി എന്ന് പറയുന്നത്. ജ്ഞാനം എന്നാൽ എന്താണ്? ആത്മാവെന്ത്, ജഡമെന്ത് എന്ന് തിരിച്ചറിയാനുള്ള അറിവ്. നമ്മളെല്ലാം ശരീരത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ, ആത്മാവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ആത്മാവിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ തെറ്റായ വഴിയിലൂടെ പോവില്ല, എപ്പോഴും ശരിയുടെ പാതയിൽ നിൽക്കും. അപ്പോ ഞാൻ ശരീരത്തിന് വേണ്ടിയിട്ട് ജീവിച്ചിട്ട് എന്റെ അത്യാർത്ഥികൾക്ക് പിന്നാലെ ഓടരുത്. ഞാൻ എന്ന് പറയുന്നത് ആത്മാവാണ്. ഈ ജന്മത്തിൽ ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെയും പരിണിത ഫലം എന്റെ ആത്മാവുമായി സംബന്ധപ്പെട്ട് അടുത്ത ജന്മത്തിൽ ഞാൻ ചെയ്യുന്ന തെറ്റുകളുടെ കർമ്മഫലത്തിന്റെ ഭാഗമായി ഞാൻ ജനിക്കേണ്ടി വരും എന്ന ഒരു ബോധത്തിലേക്ക് നമ്മൾ വരുന്ന അവസ്ഥ, അതായത് ശരീരമല്ല ആത്മാവാണ് എന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഇതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. സർവകലാശാല വിദ്യാഭ്യാസം കൊണ്ട്, അതായത് യൂണിവേഴ്സിറ്റിയിൽ പോയി കുറെ പഠിച്ചത് കൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന സാധാരണ ഒരു അറിവുണ്ട്, ഒരു സർട്ടിഫിക്കറ്റ് അറിവ്. ഈ അറിവിനെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ഭൗതികമായിരിക്കുന്ന കാര്യങ്ങളിൽ മാത്രം കണക്റ്റ് ആയിരിക്കുന്ന അറിവാണ് ഈ സർട്ടിഫിക്കറ്റ് അറിവ് എന്ന് പറയുന്നത്. ഇതിന്റെ അപ്പുറത്തേക്കാണ് ആത്മീയ ജ്ഞാനം. ആ ആത്മീയ ജ്ഞാനം ഒരിക്കലും എന്തായിരിക്കില്ല, നമുക്ക് എവിടെ നിന്നും കിട്ടില്ല. അത് കിട്ടാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ? അത് കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ഈശ്വരനെ അറിയണം. ഈശ്വരനെ എങ്ങനെയാ നമ്മൾ അറിയാ? ഒരു ഗുരുവിലൂടെ മാത്രമേ ഈശ്വരനെ അറിയാൻ പറ്റൂ. കുറെ മന്ത്രങ്ങൾ നമ്മൾ ഇങ്ങനെ വാവിട്ട് ജപിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. ഒരു ഗുരു, അദ്ദേഹം അത്രയും ഉരുക്കഴിച്ചു കഴിഞ്ഞാൽ തരുന്ന മന്ത്രം കൃത്യതയോടുകൂടി അദ്ദേഹത്തിന്റെ ഒരു പെർമിഷനോടുകൂടി ജപിച്ചു വരുമ്പോൾ അത് കൃത്യമായി, അതിലൂടെ നമുക്ക് ഈശ്വരനെ അറിയാൻ പറ്റും. അങ്ങനെ വരുന്ന ഒരു അറിവ് ഒരിക്കലും സർവകലാശാലയിൽ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു അറിവിനെ ഒരിക്കലും ജ്ഞാനമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. മനസ്സിലായിണ്ടോ?
കാരണം ചിലവർ പറയാറുണ്ട് PhD എടുത്തിട്ടുണ്ട്, BCom എടുത്തിട്ടുണ്ട്, MA എടുത്തിട്ടുണ്ട്, ഇതുകൊണ്ട് ഒരു കാര്യമില്ല. ഇതിന്റെ അപ്പുറത്തേക്ക് ആത്മീയമായിരിക്കുന്ന ഒരു ജ്ഞാനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ ജ്ഞാനത്തെ നമുക്ക് എപ്പോഴും ഈശ്വരനുമായിട്ട് നമ്മളെ ബന്ധപ്പെടുത്തിക്കൊണ്ടിരിക്കും. ജ്ഞാനം എന്നാൽ ആത്മാവും നമ്മുടെ ശരീരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. ഈ ഒരു ആധുനിക വിദ്യാഭ്യാസത്തിൽ, അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസത്തിൽ ആത്മാവ് എന്താണെന്ന് എവിടെയും പഠിപ്പിക്കുന്നില്ല. ആത്മാവിനെ കുറിച്ചുള്ള ഒരു ജ്ഞാനവും നമ്മളെ എവിടെയും പഠിപ്പിക്കുന്നില്ല. ഭൗതികമായിരിക്കുന്ന മൂലകങ്ങൾ, അതായത് ഈ ലോകത്തിലെ മെറ്റീരിയലിസ്റ്റിക് വേൾഡിലുള്ള ഈ മൂലകങ്ങളുടെ ശാരീരിക ആവശ്യങ്ങൾ, നമ്മുടെ ശരീരത്തിന് വേണ്ട ആവശ്യങ്ങൾ, നമ്മൾ ഉയർന്നു വരാൻ വേണ്ട ആവശ്യങ്ങൾ, സാമ്പത്തികമായിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാം, ഇങ്ങനെയുള്ള കുറെ ബിസിനസ് സംരംഭങ്ങൾ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മാത്രമാണ് ഈ ഭൗതികതയിൽ നമ്മളെ എല്ലാവരെയും പഠിപ്പിക്കുന്നത്, അല്ലെ? എല്ലാം പഠിപ്പിക്കുന്നത് അത് തന്നെ. അതുകൊണ്ട് തന്നെ വിദ്യാലയങ്ങളിൽ നിന്ന് കിട്ടുന്ന, സ്കൂളുകളിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ കോളേജിൽ നിന്ന് കിട്ടുന്ന ഒരറിവും പൂർണ്ണമല്ല എന്ന് നമുക്ക് അടിവരയിട്ട് പറയാൻ പറ്റും. കാരണം എന്താ, എത്ര വലിയ ഡിഗ്രി നേടിയവനാണെങ്കിലും ഒരിക്കൽ അവൻ കാലിടറിക്കഴിഞ്ഞാൽ അവൻ ആദ്യം ഓടുന്നത് ക്ഷേത്രത്തിലേക്കാണ്, അല്ലെ? ക്ഷേത്രത്തിൽ പോകുന്നതിനേക്കാളും മുന്നേ അവനൊരു ജോത്സ്യന്റെ അടുത്ത് പോകും. ജോത്സ്യന്റെ അടുത്ത് കാര്യങ്ങൾ നോക്കിക്കും. അദ്ദേഹം എഴുതി കൊടുക്കുന്ന കുറിപ്പടി എന്ന് പറയുന്നത് അവന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിനേക്കാൾ കൂടുതൽ സൂക്ഷിക്കും. കാരണം എന്താ, അതിൽ നിന്ന് മനസ്സിലാക്കാം അവന് രക്ഷപ്പെടണമെങ്കിൽ ഈശ്വരന്റെ അടുത്ത് എത്തണം, ഈശ്വരന്റെ അടുത്ത് എത്തണമെങ്കിൽ ഒരു ഗുരുവിന്റെ ആവശ്യമുണ്ട്. അപ്പം ഈ അറിവ് ഒരിക്കലും നമുക്ക് സ്കൂളുകളിൽ നിന്നോ കോളേജിൽ നിന്നോ ലഭിക്കില്ല. ഇനി എന്താ പറയുന്നത്, അസമോഹം. അസമോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഭ്രമങ്ങളിൽ നിന്നുള്ള ഒരു മോചനം. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു സംശയത്തിന്റെ നിഴലിലാണ് നമ്മൾ പലതും കണ്ടെത്തുന്നത്, അല്ലെ? പലതും കാഴ്ചപ്പാടുകൾ നമുക്ക് സംശയമാണ്. ഭാര്യ ഭർത്താവിനെ സംശയിക്കുന്നു, ഭർത്താവ് ഭാര്യയെ സംശയിക്കുന്നു, കൂട്ടുകാർ തമ്മിൽ സംശയിക്കുന്നു. അങ്ങനെ ഒരുപാട് സംശയങ്ങൾ, അല്ലെങ്കിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്നവർ തമ്മിൽ സംശയിക്കുന്നു. ഇതിന് അസമോഹം എന്ന് പറയും. ഈ സംശയങ്ങളിൽ നിന്ന് നമുക്കൊരു മോചനം അത്യാവശ്യമാണ്. ആരെന്ത് ചെയ്താലും അതിലൊരു ശരിയുണ്ട്, അവർ ചെയ്തോട്ടെ എന്ന ഭാവത്തിലേക്ക് നമ്മുടെ മനസ്സിനെ പക്വതയോടുകൂടി മാറ്റിക്കഴിഞ്ഞാൽ ജീവിതത്തിലെ 70% പ്രശ്നങ്ങൾ നമുക്ക് തീർന്നു കിട്ടും. ഈ സങ്കോചമില്ലാത്ത ആധ്യാത്മിക ശാസ്ത്രം പഠിക്കുന്നത് കൊണ്ട് നമുക്കിത് നേടാൻ പറ്റും. കാരണം എന്താ, ആധ്യാത്മികമായിരിക്കുന്ന ഒരു കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ച വ്യക്തിക്ക് ഒരിക്കലും മറ്റുള്ളവരുടെ കാര്യത്തിൽ സംശയിക്കാൻ കഴിയില്ല. കാരണം എന്താ, അവർ ജപത്തിനും വായനയ്ക്കും സത്സംഗങ്ങൾ കേൾക്കുക, ഈശ്വരീയമായിരിക്കുന്ന കാര്യങ്ങളിൽ അവരെ മനസ്സിനെ കൂടുതൽ ഉറപ്പിച്ചു നിർത്തും. അപ്പൊ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കിയിട്ട് അവിടെ എന്ത് നടക്കുന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് ഇപ്പുറത്ത് പറയാം, അങ്ങനെയുള്ള സംശയങ്ങൾക്കൊന്നും അവർ സമയം കണ്ടെത്തില്ല. അങ്ങനെ തീർച്ചയായിട്ടും വ്യാമോഹങ്ങളിൽ നിന്ന് ഒരു വ്യക്തി പുറത്തു വരും, അല്ലെ? അനാവശ്യമായിരിക്കുന്ന ചിന്തകളിൽ നിന്ന് ആ വ്യക്തി പുറത്തു വരും. അന്ധമായിട്ട് ഒന്നിനെയും സ്വീകരിക്കാൻ പാടില്ല. ശ്രദ്ധയോടുകൂടി ജാഗ്രതയോടുകൂടി വേണം നമ്മൾ എന്തും സ്വീകരിക്കാൻ. അന്ധമായിട്ട് എന്ത് സ്വീകരിച്ചു കഴിഞ്ഞാലും അതിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത് ആപത്താണ്. മനസ്സിലായില്ലേ? അപ്പൊ ക്ഷമ, മാപ്പ് കൊടുക്കല്, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, പരിശീലിക്കണം. അല്ലാതെ അന്ധമായിട്ട് പോയിട്ട് നമ്മളൊരു കാര്യത്തിൽ ചാടി കയറി വീണ് അത് ചെയ്ത് അതിൽ നിന്ന് മോചനം നേടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ചെയിൻ സർവീസ് പോലെ പോയിക്കൊണ്ടേയിരിക്കും. അതൊന്നും വേണ്ട. ഒരു പ്രശ്നം ജീവിതത്തിൽ വന്നാൽ ആ പ്രശ്നത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് നമ്മൾ ഇടണം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ക്ഷമ. അതും മാപ്പ് കൊടുക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. ഇനി നമുക്ക് ഒട്ടും ക്ഷമിക്കാൻ പറ്റുന്നില്ലേ, ആ പ്രശ്നത്തെ നമ്മൾ ജീവിതത്തിന്റെ ബാസ്ക്കറ്റിലേക്ക് ഇടാം. പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, ആ വഴിക്ക് പോകാതിരിക്കുക, നമ്മളായി നമ്മുടെ പാടായി എന്ന രീതിയിൽ ജീവിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സമാധാനം അനുഭവിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും, അല്ലെ? സത്യം എന്ന് വെച്ചാൽ എന്താണ്? വസ്തുതകളെ അന്യർക്ക് ഉപകരിക്കാവുന്ന രീതിയിൽ വിധത്തിൽ നമ്മൾ അവതരിപ്പിക്കുക. ഇപ്പൊ ഒരു കാര്യമുണ്ട്, ആ കാര്യം ഒരാളോട് പറയണമെങ്കിൽ വളച്ചുകെട്ടില്ലാതെ നേരാവണ്ണം പറഞ്ഞു തീർക്കുക. അപ്പൊ നമുക്ക് പ്രശ്നമില്ല. അത് 10 കൊല്ലം കഴിഞ്ഞ് ചോദിച്ചാലും അതേ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നമ്മുടെ വായന്ന് വരിക. ഇനി ഒരു കളവാണ് നമ്മളൊരു സാഹചര്യത്തിൽ പറയുന്നെങ്കിൽ 10 മണിക്കൂർ കഴിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പം 10 സെക്കൻഡ് കഴിഞ്ഞ് ചോദിച്ചാൽ ചിലപ്പം അത് അതുപോലെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ, നമ്മുടെ അവബോധ മനസ്സിൽ ഉള്ള കാര്യങ്ങളായിരിക്കില്ല നമ്മൾ പറയുന്നത്, മറച്ചു വെച്ചിട്ടാണ് പറയുന്നത്. അതിനേക്കാൾ ബെറ്റർ ആയിട്ട് സത്യം എന്ന് വെച്ചാൽ സത്യം സത്യമായിട്ട് നമ്മൾ ഒരാളോട് പറയേണ്ട രീതിയിൽ, ഒരാൾക്ക് വിഷമമില്ലാത്ത രീതിയിൽ വളച്ചുകെട്ടില്ലാതെ സംസാരിച്ചു കഴിഞ്ഞാൽ അതിനെന്തായി? സത്യം എന്ന വാക്കിനൊരു അടിസ്ഥാനമായി. ഇനി നമുക്കൊരു സമൂഹത്തിൽ ഒരു മര്യാദയുണ്ട്, അല്ലെ? ആ സാമൂഹിക മര്യാദ അനുസരിച്ചിട്ട് മറ്റുള്ളവർക്ക് ഹിതകരമായിരിക്കുന്ന സത്യമേ നമ്മൾ പറയാൻ പാടൂ. ചില അപ്രിയ സത്യങ്ങൾ നമ്മൾ പറയാതിരിക്കുക. കാരണം എന്താ, മറ്റുള്ളവർക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നിശബ്ദത പാലിക്കുക, പറയാതിരിക്കുക. അയ്യോ എനിക്കത് അറിയില്ല, ഞാനത് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നാൽ
എന്തായി? ഒന്നും സംഭവിക്കാൻ പോണില്ല. ഇനി ഒരാൾക്ക് നമ്മൾ പറയുന്ന കാര്യം കൊണ്ട് വേദന ഉണ്ടാക്കുമെങ്കിൽ നമ്മൾ ഓർക്കുക, പറയാൻ ഒരു സെക്കൻഡ്, പക്ഷെ ഒരു ജന്മമായിരിക്കും അവരത് ഓർത്ത് വേദനിക്കുന്നത്. അതുകൊണ്ട് അപ്രിയമായിരിക്കുന്ന സത്യങ്ങളും മറ്റുള്ളവർക്ക് ഹിതകരമല്ലാത്ത കാര്യങ്ങളും പറയാതിരിക്കുക. സത്യമെന്നല്ല, വാസ്തവം എന്തെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സത്യം വളച്ചൊടിക്കാതെ പറയണം. ഒരാൾക്ക് വിഷമമില്ലാത്ത രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരാൾക്ക് വേദനയില്ലാത്ത രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇനി ഒരാള് കള്ളനാണെങ്കിൽ അയാള് കള്ളനാണെന്ന് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ഒരു സത്യമാണ്. കള്ളൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരാൾ എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതൊരിക്കലും നമ്മുടെ ഒരു സംശയാസ്പദമായ രീതിയിൽ കണ്ടെത്തുന്ന കള്ളത്തരമാവരുത്. ശരിയായ രീതിയിൽ കള്ളമാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സമൂഹത്തിനൊരു മുന്നറിയിപ്പ് നമ്മൾ കൊടുക്കണം. അതൊരു സത്യത്തിന്റെ വഴിയാണ്. സത്യം ചിലപ്പോൾ അപ്രിയമായേക്കാം, നമുക്ക് മറ്റുള്ളവർക്ക് ഇഷ്ടമല്ലാത്തതായേക്കാം, എങ്കിലും അത് പറയാതിരിക്കരുത്. പക്ഷെ അത് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന രീതിയിൽ പറയാൻ പാടില്ല. മറ്റുള്ളവരുടെ നന്മയ്ക്കായിട്ട് വസ്തുതകളെ അതേപോലെ അവതരിപ്പിക്കുക എന്നതാണ് സത്യം എന്ന വാക്കിന്റെ നിർവചനം. പക്ഷേ അതിൽ മറ്റുള്ളവരെ വേദനപ്പെടുത്തുന്ന സത്യങ്ങളും നമ്മൾ പറയരുത്. അത് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ചില വാക്കുകൾ ഉപയോഗിച്ച് അവരുടെ അടുത്ത് കാര്യം പറഞ്ഞു കൊടുക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഒറ്റയടിക്ക് പോയിട്ട് നമ്മൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അവർക്ക് താങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് പതുക്കെ പതുക്കെ നമ്മൾ ഒരാളെ വേദനിപ്പിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇനി ആവശ്യമില്ലാണ്ട് സ്വന്തം സുഖഭോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്ന അവസ്ഥയെയാണ് നമ്മൾ ഇന്ദ്രിയ സംയമനം എന്ന് പറയുന്നത്. ചില വ്യക്തികൾക്ക് എപ്പോഴും അവനവന്റെ സുഖം, അവനവന്റെ കാര്യങ്ങൾ, എന്റെ കാര്യം നടന്നാൽ മതി, അതിന്റെ അപ്പുറത്തേക്ക് മറ്റുള്ളവർ എന്താണ്, അവർക്ക് എന്ത് കിട്ടുന്നു, അല്ല അവരെന്ത് നേടുന്നു, എത്ര അനുഭവിക്കുന്നു, ഇതൊന്നും ചിന്തിക്കില്ല. പല കുടുംബങ്ങളിൽ നോക്കിക്കഴിഞ്ഞാലും ഭർത്താക്കന്മാർ എന്ന് പറയുന്നത് എന്താണ്? അടിമകളാണ്. അവരെത്ര കഷ്ടപ്പെട്ട് കാശ് കൊണ്ടെന്നാലും എന്റെ കാര്യം നടക്കണം, എന്റെ മക്കളുടെ കാര്യം നടക്കണം, ഇതാണ് ഭാര്യമാരുടെ രീതി. ചില കുടുംബത്തിൽ നോക്കിയാലോ, രാവിലെ 4 മണിക്ക് കണ്ണു തുറക്കുന്ന ഭാര്യ വീട്ടിലെ പണിയെടുത്ത് ജോലിക്ക് പോയി തിരിച്ചു വന്നാലും നീ എന്താ അവിടെ ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്ന ഭർത്താക്കന്മാരും ഉണ്ട്. അങ്ങനെ അടിമത്വത്തിന്റെ അവസ്ഥയിലേക്ക് പരസ്പരം പോകാതെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. എത്രത്തോളം നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുമോ അത്രത്തോളം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ എപ്പോഴും ശാന്തിയും സമാധാനവും ഉണ്ടാവും. ഒരിക്കലും മറ്റുള്ളവർക്ക് നമ്മളൊരു ബേർഡനായി മാറാതിരിക്കുക. മനസ്സിലായില്ലേ? ഇന്ദ്രിയങ്ങളെ അനാവശ്യമായി ഉപയോഗിക്കാതിരിക്കുക, ഇന്ദ്രിയ സംയമനം പാലിക്കുക ജീവിതത്തില്. പിന്നെന്താ പറയുന്നത്? ഇന്ദ്രിയങ്ങളിലൂടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ തെറ്റില്ല. നമുക്ക് ന്യായമായ കാര്യങ്ങൾക്ക് നമുക്ക് ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കാം. ഇപ്പൊ വിശക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് വിശപ്പിനുള്ള ഭക്ഷണം കഴിക്കാം. കുട്ടു ക്ലാസ്സിലാടാ, കഴിഞ്ഞിട്ട് വിളിക്കട്ടെ? ഓക്കെ. അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കാം. പക്ഷെ ഒരിക്കലും എന്താവരുത്, അത് അതിനു വേണ്ടി ജീവിക്കരുത്. ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഉറങ്ങാൻ വിട്ടാൽ അങ്ങനെ കിടന്നുറങ്ങും. ഒരിക്കലും ഇപ്പൊ ബിന്ദുമ്മ ആ ഒരു കാറ്റഗറിയിൽ പെട്ടതാണ്. ഉറങ്ങിക്കോ ബിന്ദുമ്മയെ കുറച്ചു നേരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉറക്കത്തിന്റെ ഒരു മരമായിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, പിടിച്ച് യോഗ ക്ലാസ്സിൽ കൊണ്ടിട്ടു. യോഗ ക്ലാസ്സിലെ മാസ്റ്റർ 1 തമിഴ്, 2 ഇരുത്തിക്കും പിടിച്ചിട്ട്. അപ്പൊ അവർക്ക് കുറച്ച് കോൺസെൻട്രേഷൻ കിട്ടും അല്ലെ? യോഗയൊക്കെ ചെയ്ത് കുറച്ച് മോർണിംഗ് വാക്കിങ്ങിനൊക്കെ പോയി അങ്ങനെയൊക്കെ വരുമ്പം അവരുടെ ശ്രദ്ധയെ നമ്മൾ തിരിച്ചുവിടും. അപ്പൊ ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു കാര്യത്തില് അവരുടെ ശ്രദ്ധയെ നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഇന്ദ്രിയങ്ങളെ അനാവശ്യമായി ഉപയോഗിക്കാതിരിക്കുക. ചില വ്യക്തികൾ കണ്ടില്ലേ, ചുമ്മാ ഇങ്ങനെ തിന്നുകൊണ്ടേയിരിക്കും. ഊണ് കഴിച്ച് വന്ന് പിന്നെ എന്തെങ്കിലും സ്നാക്സ് കഴിച്ച് വേറെ, ഇതൊരു ഇന്ദ്രിയ സുഖമാണ്. ഇങ്ങനെയുള്ള ഈ സുഖങ്ങൾ നമുക്ക് വേണ്ട. ഇന്ദ്രിയങ്ങളെ നമ്മൾ ഒരിക്കലും അനാവശ്യമായിട്ട് യൂസ് ചെയ്യരുത്. എങ്കിലും ആവശ്യത്തിൽ കവിഞ്ഞ സുഖഭോഗങ്ങൾ ആത്മീയ പുരോഗതിക്ക് നമുക്ക് ദോഷം ചെയ്യും. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ആത്മീയമായിട്ട് നമ്മൾ ഉയർന്നു വരണം അല്ലെ? ഈ ആത്മീയമായിട്ടുള്ള ഉയർച്ചയ്ക്ക് ഇന്ദ്രിയങ്ങളെയാണ് ആദ്യം കൺട്രോൾ ചെയ്യേണ്ടത്. ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യാത്ത പക്ഷം നമുക്ക് എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ദോഷമാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്. ദോഷം സംഭവിക്കാതിരിക്കണമെങ്കിൽ അമിതമായി ഭക്ഷണം കഴിക്കാതിരിക്കുക, അമിത രുചിയുള്ള ഭക്ഷണം തേടി പോകാതിരിക്കുക, അനാവശ്യമായി ഉറങ്ങാതിരിക്കുക, സുഖലോലുപമായ ജീവിതം നയിക്കാതിരിക്കുക. ഈ വക കാര്യങ്ങളിൽ നിന്ന് പുറത്തു വന്നു കഴിഞ്ഞാൽ ആത്മീയ പുരോഗതി കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അതുപോലെ അനാവശ്യമായിരിക്കുന്ന ചിന്തകളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മാറ്റി നിർത്തണം. നമ്മൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടും, വെറുതെ ഇരുന്നാൽ തന്നെ ചിന്തിച്ചു കൂട്ടും. അങ്ങനെയുള്ള ചിന്തകളൊന്നും വേണ്ട. ജീവിതം നടക്കേണ്ട രീതിയിൽ നടന്നങ്ങ് പോവും. അതിനെ നമ്മൾ ആരും പിടിച്ചു നിർത്താൻ നോക്കിയാൽ നടക്കില്ല. ഈ കടലിലെ തിരമാല കണ്ടിട്ടില്ലേ?
അത് കാറ്റിന്റെ ഗതിക്കനുസരിച്ച് വന്നും പോയിക്കൊണ്ടേയിരിക്കും. നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അതുപോലെ ഒരിക്കലും നമ്മുടെ മനസ്സിന്റെ ചിന്തകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തരുത്. നമ്മുടെ സ്വന്തം മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ പിന്നെ നമ്മൾ എന്തിനെ നിയന്ത്രിക്കും? ചിന്തിക്കൂ, സ്വയം ചിന്തിക്കൂ. ഞാൻ എന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനെ നിയന്ത്രിക്കും? ആലോചിച്ച് നോക്കിക്കേ. സ്വയം നിയന്ത്രണം ആവശ്യമാണ്. ഇന്നലെ വരെ പലതും ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും. പല സ്ഥലത്തും അപമാനിക്കപ്പെട്ടിട്ടുണ്ടാവും, വേദനിക്കപ്പെട്ടിട്ടുണ്ടാവും, ഒറ്റപ്പെട്ടിട്ടുണ്ടാവും. പല 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 സാരല്ലമ്മ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ, നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ വീട് ജപ്തി ചെയ്ത് പോയിട്ടുണ്ടാവും. നമ്മുടെ ഭർത്താവോ മക്കളോ ഭാര്യമാരോ ആരെങ്കിലും ഒക്കെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടും. ഒരു മനുഷ്യന്റെ ജീവിതമാണ്, പലതും സംഭവിക്കും. അതിനൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്? നമ്മൾ തല കൊടുക്കരുത്. സംഭവിച്ചു, പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞു. ഇനി അതിൽ പോയി നമ്മൾ ഒരിക്കലും എന്താവരുത്? മനസ്സിനെ അതിൽ തന്നെ തളച്ചിട്ടിട്ട് ദുഃഖിച്ചുകൊണ്ട് കഴിയാൻ പാടില്ല. കാരണം എന്താ? ഇപ്പോ നമ്മുടെ ജീവിതം വേറൊരു വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഒറ്റയ്ക്കാവാം. ഇന്നലെ വരെ എല്ലാവരും ഉണ്ടായിട്ടുണ്ടാവും, ഇന്ന് ഒറ്റയ്ക്ക്. ആ ഒറ്റയ്ക്ക് എന്ന അവസ്ഥയിൽ എങ്ങനെ മുന്നേറാം? അതേക്കുറിച്ച് ചിന്തിക്കുക. മുന്നേറി വരുമ്പോ ചുറ്റുപാടുള്ളതെല്ലാം വീണ്ടും തിരിച്ച് നമ്മളിലേക്ക് വരും. പക്ഷെ ഒറ്റയ്ക്കാണ് എന്ന ചിന്ത മനസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കാലാകാലം ഒറ്റയ്ക്കായിരിക്കും. സന്തോഷം എന്ന് പറയുന്നത് ഒരിക്കലും വരില്ല. ഒരിക്കലും നമ്മുടെ സന്തോഷത്തെ ഒരിക്കലും നമ്മൾക്ക് ഇങ്ങോട്ട് ആരും കൊണ്ടുത്തരില്ല. മനസ്സിലായില്ലേ? നമ്മുടെ സന്തോഷത്തെ നമ്മൾ കണ്ടെത്തണം, പല രീതിയിൽ കണ്ടെത്തണം. അതാണ് ജീവിതത്തിൽ വേണ്ടത്. നമ്മൾക്ക് ചുറ്റും ഇരിക്കുന്ന എല്ലാ ആളുകളിലും, എനിക്കും നിങ്ങൾക്കും എല്ലാം പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത ആരും നമുക്ക് ചുറ്റൂല. പലരും പല വിധത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. പക്ഷെ ആ ദുഃഖങ്ങളിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവും? എങ്ങനെ മുന്നേറാൻ പറ്റും? ഇപ്പൊ പ്രിയപ്പെട്ട ഒരാൾ നമ്മളിൽ നിന്ന് അകന്നുപോയി, മരിച്ചുപോയി. നമ്മൾ എത്ര ആ സമയത്ത് നമ്മൾ പറയോ എനിക്ക് വിശപ്പില്ല, എനിക്ക് ദാഹമില്ല, എനിക്കൊന്നും വയ്യ, എന്നെ കൊണ്ട് ഇനിയൊന്നും സാധിക്കില്ല എന്ന് പറയും. ഈ സ്റ്റേറ്റ്മെന്റ് ആ ദിവസം കഴിഞ്ഞിട്ട് അടുത്ത വർഷം അതേ ദിവസം വരുമ്പോഴും അവരൊരു വർഷം വെള്ളം കുടിക്കാതിരിക്കോ? ഒരു വർഷം കഴിക്കാതെ ഇരിക്കോ? ഇല്ല. ആ ദുഃഖത്തിൽ നിന്ന് അവർ കരകയറും അല്ലെ? അവർ കഴിക്കും, അവർ കുടിക്കും, അവർ ഉറങ്ങും, അവർ ചിരിക്കും. അപ്പൊ നമ്മൾ എന്ത് വേണം? നമ്മൾ എന്ന് പറയുന്ന വ്യക്തികൾ ഈ ലോകത്തിൽ ഇല്ലെങ്കിലും ലോകം അതിന്റെ കാഴ്ചപ്പാടിലൂടെ തന്നെ നടന്നു പോകും എന്ന ഉത്തമ ബോധ്യം നമ്മൾക്ക് ഉണ്ടാവണം. ഒരിക്കലും ദുഃഖത്തിന് നമ്മൾ അടിമയാവരുത്. അതിൽ നിന്ന് ഒരു മോചനം ലഭിക്കണമെങ്കിൽ മനസ്സിനെ കൺട്രോൾ ചെയ്യണം. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ശമം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഈ അവസ്ഥയാണ്, ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഈ അവസ്ഥയാണ് നമ്മൾ ശമം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ധന സമ്പാദനങ്ങളെ കുറിച്ചിട്ട് ആലോചിച്ച് സമയം പോക്കുക എന്ന് പറയുന്നത് ചിന്താശക്തിയുടെ ദുരുപയോഗമാണ്. എങ്ങനെ പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇത്ര പൈസ വേണമല്ലോ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്റെ കയ്യിൽ കാശില്ല, ഇങ്ങനൊരു ചിന്തയേ വേണ്ട. ആത്മീയ പുരോഗതി കൈവരിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്നു, യോഗം ക്ഷേമം വഹാമ്യഹം. ഈ ലോകം മുഴുവൻ നമ്മളെ പറ്റിച്ചോട്ടെ, ഈ ലോകം മുഴുവൻ വ്യർത്ഥമായ വാക്കുകൾ പറഞ്ഞോട്ടെ, സാക്ഷാൽ ഗുരുവായൂരപ്പൻ പറയുന്ന വാക്കുകൾ ഒരിക്കലും വെറുതെ അല്ല. ആ ബോധം ആദ്യം ഉള്ളിൽ വെക്കുക. ഭഗവാൻ പറയുന്ന വാക്ക് ഒരിക്കലും പൊയ്വാക്കല്ല, അത് വാസ്തവമാണ്, അത് സംഭവിച്ചിരിക്കും. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും എന്ത് ചെയ്യുക? ഭഗവാന്റെ വാക്കിനെ വിശ്വസിക്കുക. തൊട്ടപ്പുറത്തിരിക്കുന്ന അയൽവക്കക്കാരന്റെയോ നമ്മൾ ജന്മം നൽകിയ മക്കളെ വാക്കിനേക്കാൾ കൂടുതൽ സാക്ഷാൽ ഗുരുവായൂരപ്പന്റെ വാക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോ എന്ത് ചെയ്യാ? സാക്ഷാൽ ഗുരുവായൂരപ്പൻ പറഞ്ഞിട്ടുണ്ട്, നീ ആത്മീയ പുരോഗതി കൈവരിക്കൂ, നിന്നിലേക്ക് ഞാൻ വരുമെന്ന്. ഭഗവാൻ വരുമ്പോ കൂടെ ലക്ഷ്മി ദേവിയും വരും, ഒരു സംശയവും ഇല്ല. ഉറപ്പായിട്ടും ലക്ഷ്മി ദേവിയും വരും. അപ്പൊ ഈ സാമ്പത്തിക ചുറ്റുപാടുകളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറിപ്പോവും. അഘോരിമണി ദേവി എന്ന് പറയുന്ന ഒരമ്മയുണ്ട്. ആ അഘോരിമണി ദേവി വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഈ ഭാരതത്തിൽ തന്നെ ശൈശവ വിവാഹം നിലനിന്നിരുന്ന കാലത്ത്, ഞാൻ ഇന്ന് കുട്ടികൾക്ക് ക്ലാസ്സിൽ പറഞ്ഞു കൊടുത്തൊരു കഥയാണത്. ശൈശവ വിവാഹം നിലനിന്നിരുന്ന കാലത്ത് 9ാമത്തെ വയസ്സിൽ വിവാഹം ചെയ്യപ്പെട്ട ഒരു സ്ത്രീയാണ്. പക്ഷെ അവരുടെ 13ാമത്തെ വയസ്സായപ്പോഴേക്കും ആ ഭർത്താവ് മരിച്ചു. പിന്നീട് അങ്ങോട്ട് വിധവയായിട്ട് വൈദവ്യ ദോഷം അനുഭവിച്ചുകൊണ്ട് ഒരു കുടിലിൽ ജീവിച്ചൊരു സ്ത്രീയായിരുന്നു അവര്. അങ്ങനെ ജീവിച്ചു പോരെ അവർക്ക് അവരുടെ ഒരു ഗുരുവിൽ നിന്ന് ഗോപാലമന്ത്രം ലഭിച്ചു. നീണ്ട 30 വർഷങ്ങൾ ഗോപാലമന്ത്രം ഇടതടവില്ലാതെ ജപിച്ചിട്ട് ഭഗവാന്റെ സേവനം ചെയ്തുകൊണ്ട് പൂണൂല് ഉണ്ടാക്കി വിറ്റിട്ട് അവരുടെ കയ്യിൽ അവരുടെ ഭർത്താവിന്റെ ആകെ ഉണ്ടായിരുന്ന ചെറിയ സമ്പാദ്യത്തിൽ നിന്ന് ജീവിച്ചു പോയ ആ സ്ത്രീക്ക് 30 വർഷങ്ങളുടെ കഠിനമായിരിക്കുന്ന ജപങ്ങൾക്ക് അപ്പുറത്തേക്ക് ഗോപാലൻ ദർശനം നൽകുകയാണ്.
മനസ്സിലായില്ലേ? ഗോപാലൻ ദർശനം നൽകുകയാണ്. ഈ കഥ വായിക്കണമെങ്കിൽ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഗുരുജിയുടെ ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ആ കഥ കിട്ടും. അപ്പൊ ഈ അഘോരിമണി ദേവി അന്ന് ഗോപാല ദർശനം അനുഭവിച്ചു കഴിഞ്ഞപ്പോ ആ ഗോപാലൻ ഒരു 5 വയസ്സായ ഉണ്ണിയായി കൂടെ ഉണ്ടായിരുന്നു. ആ ഉണ്ണിയെയും തോളിൽ ഇട്ടുകൊണ്ടാണ് അവർ ആ മഠത്തിലേക്ക്, ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ മഠത്തിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഭഗവാന്റെ ആ ഒരു ലീല അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കഥ അന്ന് ആ അമ്മ ആരോട് പറഞ്ഞെന്നറിയാമോ? ആ അമ്മ പറഞ്ഞു കൊടുത്തത് നരേന്ദ്രനോടായിരുന്നു. ആരാ നരേന്ദ്രൻ? വിവേകാനന്ദ സ്വാമികൾ അല്ലേ? അദ്ദേഹം ആ ഒരു അനുഭവ കഥ കേട്ടിട്ട് വിവേകാനന്ദ സ്വാമികളുടെ കണ്ണിൽ നിന്ന് ധാരയായിട്ട് ഒഴുകുന്നുണ്ടായിരുന്നു കണ്ണുനീര്. അത്രയും ആനന്ദം സ്വാമി അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കഥയെല്ലാം കേട്ട് വിവേകാനന്ദ സ്വാമി ഒരമ്മയുടെ വാത്സല്യം അറിയുന്നത് ഈ അഘോരിമണി ദേവിയിൽ നിന്നാണ്. ആലോചിച്ചു നോക്കണം. ഇതേ രീതിയിൽ തന്നെ ശ്രീരാമകൃഷ്ണ പരമഹംസനും ഒരു മകനെ പോലെ ആ അമ്മ സംരക്ഷിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ ആ ശ്രീരാമകൃഷ്ണ പരമഹംസൻ ഗുരുവിന്റെ മരണം സമാധിയായപ്പോ ഈ അമ്മ ആകെ തളർന്നു പോയി. പക്ഷേ ആ അമ്മ അതിനെയും അതിജീവിച്ചു. എന്നാൽ അതേ അടുത്ത വർഷം തന്നെ ആ സെയിം ഡേയിൽ നമ്മുടെ വിവേകാനന്ദ സ്വാമിയും, ആ സെയിം ഡേ അല്ല പക്ഷെ അടുത്ത വർഷം, ഒരു വർഷത്തിനുള്ളിൽ വിവേകാനന്ദ സ്വാമിയും സമാധിയായപ്പോ ഈ അമ്മയ്ക്ക് അത് താങ്ങാൻ പറ്റിയില്ല. അമ്മ തളർന്നു വീണു, കൈയൊടിഞ്ഞു. ആ കൈയൊടിഞ്ഞ അമ്മയ്ക്ക് പിന്നീട് വാർദ്ധക്യ സഹജമായിരിക്കുന്ന അസുഖങ്ങൾ വന്നപ്പോ വിവേകാനന്ദ സ്വാമിയുടെ നിത്യസന്തത സഹചാരിയായിരുന്ന ഒരാളുണ്ടായിരുന്നു, നിവേദിത സിസ്റ്റർ. നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടാവും. നിവേദിത സിസ്റ്ററിന്റെ കൂടെയായിരുന്നു പിന്നീട് ഈ അഘോരിമണി ദേവി ഉണ്ടായിരുന്നത്. ഈ അമ്മയുടെ ആകെ ഒരു സമ്പാദ്യം എന്ന് പറഞ്ഞ് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്ന ഒരു ജപമാല മാത്രമായിരുന്നു. ഈ ജപമാലയും എടുത്തുകൊണ്ട് ഈ പറയുന്ന നിവേദിത സിസ്റ്റർ അഘോരിമണി ദേവിയെ സംരക്ഷിച്ചു വന്നു. അവിടെ നിന്നാണ് അഘോരിമണി ദേവി മരണമടയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഗോപാലമന്ത്രം കരസ്ഥമാക്കിയ ഈ അമ്മ നിത്യേനയുള്ള സാധന കൊണ്ടാണ് ഭഗവാനെ അടുത്തറിഞ്ഞത്. നമ്മൾ വാഗൊണ്ട് ജപിച്ചത് കൊണ്ടൊരു സാധനയാവില്ല, ഹൃദയം കൊണ്ട് ജപിക്കണം. ഹൃദയം കൊണ്ട് ജപിച്ചാലും സാധനയാവുമെന്ന് ചോദിച്ചാൽ അതും ഇല്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? പൂർണ്ണമായിരിക്കുന്ന ഒരു ആത്മസമർപ്പണം നമ്മൾ എപ്പോഴും ഭഗവാന്റെ തൃപാദങ്ങളിൽ വെച്ചുകൊണ്ടിരിക്കണം. അതിനു വേണ്ടിയിട്ട് ആത്മീയമായിരിക്കുന്ന ഒരു ആനന്ദമായിരിക്കുന്ന ഒരു കൺട്രോൾ അത് നമ്മുടെ ജീവിതത്തിൽ വേണം. ആദ്യം മനസ്സിനെ നിയന്ത്രിക്കുക, പിന്നെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക. സത്യത്തിന്റെ, ശമത്തിന്റെ പാതയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക. ക്ഷമിക്കുക, പൊറുക്കുക, സഹിക്കുക. ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോ ആത്മീയ പുരോഗതിയിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോ തീർച്ചയായിട്ടും ഭഗവാന്റെ സാമീപ്യം നമുക്ക് അടുത്തറിയാൻ സാധിക്കും. അങ്ങനെ വരാൻ വേണ്ടിയിട്ട് ആദ്യം ചിന്തയെ കൺട്രോൾ ചെയ്യണം, മനസ്സിനെ കൺട്രോൾ ചെയ്യണം. ഇങ്ങനെ ഓരോന്നിനെ കൺട്രോൾ ചെയ്ത് വന്നാൽ മാത്രമേ ആത്മീയ പുരോഗതിയിലേക്ക് എത്താൻ പറ്റൂ. മനുഷ്യന്റെ പ്രധാനമായിരിക്കുന്ന ആവശ്യങ്ങൾ എന്തെല്ലാണെന്ന് മനസ്സിലാക്കിയിട്ട് ആധികാരികമായിട്ട് വേണം ആ ആവശ്യങ്ങളെ സമീപിക്കാൻ വേണ്ടിയിട്ട്. ധർമ്മശാസ്ത്രങ്ങളില് നല്ല അറിവ് നേടിയ ആൾക്കാരും പുണ്യാത്മാക്കളും ആധ്യാത്മിക ആചാര്യന്മാരും ഉത്കൃഷ്ട ചിന്തകരുമായിട്ടുള്ള ഒരുപാട് ബന്ധങ്ങൾ കൊണ്ട് ചിന്താശക്തിയെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും ഇല്ലേ? ഒരുപാട് ആളുകളുടെ ഇടപെടൽ കൊണ്ട് നമുക്ക് നമ്മുടെ ചിന്തയെ വളർത്തിയെടുക്കാൻ സാധിക്കും. പക്ഷെ ഇടപെടുന്നത് അങ്ങനെയുള്ള വ്യക്തികളുമായിട്ടായിരിക്കണം. കാരണം എന്താ? ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും, ചാണകം ചാരിയാൽ ചാണകം മണക്കും എന്നൊരു ചൊല്ല് നമുക്കുണ്ട്. അപ്പോ ചന്ദനം ചാരണോ ചാണകം ചാരണോ എന്ന് സ്വയം തിരിച്ചറിയാം. പുറമേ കാണുന്നത് കൊണ്ട് മാത്രമല്ല ബന്ധങ്ങളോട് നമ്മൾ അടുക്കേണ്ടത്. എല്ലാ ബന്ധങ്ങളും ചുറ്റുപാടുകളും മനസ്സിലാക്കാനുള്ള ഒരു ചിന്താശേഷി നമ്മളുടെ ഉള്ളിൽ നമ്മൾ സ്വയം വളർത്തിയെടുക്കണം. കൃഷ്ണാവബോധത്തിന്റെ ആ ഒരു പുരോഗതിക്ക് അനുകൂലമായിട്ടുള്ള എന്തിനേയും നമ്മൾ സ്വീകരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? കൃഷ്ണാവബോധമാണ് നമുക്ക് വളർത്തിയെടുക്കേണ്ടത്. ആ ഒരു അവബോധത്തിലൂടെ മാത്രമേ കലിയുഗത്തിൽ നമുക്ക് മുന്നേറാൻ സാധിക്കൂ. അപ്പോ കൃഷ്ണാവബോധം വളർത്തിയെടുക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണം. പ്രതികൂലമായതിനെ എല്ലാം നമ്മൾ ഉപേക്ഷിക്കണം. നമ്മുടെ കൂടെ നടക്കുന്നവർ നമ്മളെ തെറ്റായ വഴികളിലൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ബന്ധത്തിനെല്ലാം നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത് നമ്മുടെ ചിന്താശേഷിയെ, ആത്മീയ അവബോധത്തെയാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആ ആത്മീയ അവബോധം മാത്രമായിരിക്കും കഷ്ടതയിൽ നമുക്ക് തുണയായിരിക്കുന്നത്. അപ്പൊ ആ ചിന്താശേഷിയെ വളർത്തിയെടുക്കുക, ഉയർന്ന ചിന്തയിലേക്ക് വരിക, ലളിത ജീവിതത്തിലേക്ക് വരിക, കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കുക. ഭവം ജനനം ശരീരത്തെ സംഭവിച്ചതാണെന്ന് മനസ്സിലാക്കണം. ജനനം ശരീരത്തെ സംഭവിച്ച കാര്യമാണ്. ഇതിനെയാണ് നമ്മൾ ഭവം എന്ന് പറയുന്നത് അല്ലെ? ജനിക്കുക മരിക്കുക, ജനിക്കുക മരിക്കുക. എന്താണ് ജനനവും മരണവും? ശരീരത്തിന് മാത്രം സംഭവിക്കുന്നതാണ്, ആത്മാവിന് സംഭവിക്കുന്നില്ല. കാരണം എന്താ? ആത്മാവിന് സംഭവിക്കുന്നത് എന്താണ്? ജനനവും മരണവും അല്ല, കർമ്മഫലമാണ് ആത്മാവിനെ ബാധിക്കുന്നത്. ജനനവും മരണവും സംഭവിക്കുന്നത് ശരീരത്തിന് മാത്രമാണ്. ഇതിനെ നമ്മൾ ഭവം എന്ന് പറയുന്നു. ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ജനനവും ഇല്ല, മരണവും ഇല്ല. ഈ തിരിച്ചറിവാണ് ഒരു മനുഷ്യനെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. ഭഗവത്ഗീതയുടെ തുടക്കത്തിൽ തന്നെ ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. 1-ാമത്തെ അധ്യായത്തില്
ഭൗതിക ലോകത്തിൽ ഇരിക്കുന്ന ഒരാളുടെ മൂർത്തിത്വത്തിന് മാത്രമേ ജനന മരണങ്ങൾ ബാധിക്കുന്നുള്ളൂ ഇല്ലേ? ഭൗതിക ലോകത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ഈ ജനന മരണങ്ങൾ സംഭവിക്കുന്നത്. ആത്മീയ ലോകത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ജനനവും സംഭവിക്കുന്നില്ല, മരണവും സംഭവിക്കുന്നില്ല. ജനനത്തിലും അവൻ സന്തോഷിക്കുന്നില്ല, മരണത്തിലും അവൻ ദുഃഖിക്കുന്നുമില്ല. ഭാവിയെ കുറിച്ചുള്ള അനാവശ്യ ചിന്തയാണ് നമുക്ക് ഭയം ഉണ്ടാക്കുന്നത്. എന്തിനാണ് ഭാവിയെ കുറിച്ച് അനാവശ്യമായി ചിന്തിക്കുന്നത്? ഭാവി അങ്ങനെ പൊക്കോളും. നമ്മൾ എന്തെങ്കിലും കോഴ്സ് എടുത്ത് പഠിച്ച് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അതിൽ തന്നെ ജോലി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന പൈസ എടുത്തിട്ട് കടമില്ലാതെ ജീവിച്ച് മരിച്ച ഒരു വ്യക്തിയും ലോകത്തിലില്ല. പല പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് എല്ലാ ജീവിതങ്ങളും മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഭാവിയെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. നാളെ എന്ത് സംഭവിക്കും എന്നുള്ളതിന് മുമ്പേ ചിന്തിക്കുക, നാളെ ഞാൻ ഈ ലോകത്തുണ്ടോ എന്നുള്ളത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ പോവാ. അപ്പോ എന്താവും? നമ്മുടെ ജീവിതത്തിൽ ഭയം ഉണ്ടാവില്ല. കൃഷ്ണാവബോധമാർന്ന ഒരു വ്യക്തിക്ക് ഭയമില്ല. കൃഷ്ണാവബോധത്തിൽ നന്നായി അടിയുറച്ചു നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാല് സ്വന്തം പ്രവൃത്തി കൊണ്ട് അയാൾ പരമവ്യോമത്തിലേക്ക്, അതായത് ഭഗവാന്റെ ധാമത്തിലേക്ക് നിശ്ചയമായിട്ടും തിരിച്ചു പോകും. അപ്പൊ ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ വരുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം എന്താ? ഭയം എന്ന് പറയുന്നത് പിശാചിന്റെ സ്വഭാവമാണ്. കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിന്ന് ഭഗവാന്റെ തൃപാദങ്ങളിൽ സ്വയം സമർപ്പിതമായ ഒരാൾക്ക് ഭയത്തിന്റെ ആവശ്യമേ ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അയാളുടെ ഭാവി എന്ന് പറയുന്നത് ഭാസുരമാണ്. ഭയമില്ലാത്തൊരു വ്യക്തിയുടെ ഭാവി എന്താണ്? ഭാസുരമായിരിക്കുന്ന ഒരു കാര്യമാണ്. മറ്റുള്ളവർക്ക് തങ്ങളുടെ ഭാവി എന്താന്ന് അറിഞ്ഞുകൂടാ അല്ലെ? കാരണം എന്താ? അവർ അവരെയാണ് സ്വയം നിയന്ത്രിക്കുന്നത്. എന്നാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളെ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ്. അപ്പൊ ഭഗവാൻ നിയന്ത്രിക്കുന്ന നമ്മളെ ഒരിക്കലും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അർജുനൻ എന്തുകൊണ്ട് യുദ്ധത്തെ ഭയന്നപ്പോഴും ഭഗവാൻ എന്തു പറഞ്ഞു? ഞാൻ പാർത്ഥസാരഥിയായിട്ട് മുമ്പിലുണ്ട്, നീ എന്തിനു പേടിക്കുന്നു പാർത്ഥ എന്ന് ചോദിച്ചു. പിന്നീട് അങ്ങോട്ട് അർജുനന്റെ ഒരു വലിയൊരു പോരാട്ടം തന്നെയാണ് നമ്മൾ കണ്ടത്. അപ്പോ ഭയം എന്ന് പറയുന്നത് കൃഷ്ണനെയാണ് പിന്തുടരുന്നത് എങ്കിൽ, ഭഗവാന്റെ പാതയാണ് പിന്തുടരുന്നത് എങ്കിൽ ഭയത്തെ നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഭയത്തെ അതിജീവിക്കുക അല്ലെ, മനസ്സിനെ നിയന്ത്രിക്കുക, ചിന്തകൾ നമ്മളെ നാമാക്കുന്നു എന്ന് പറഞ്ഞിട്ട് സാരമില്ല. ചിന്തകൾ നമ്മളെ നാമാക്കുന്നു. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നമ്മളിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. ഭയത്തെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിയണം. വരാൻ പോകുന്ന ജന്മത്തിന്റെ സ്ഥിതിയും നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഈ ജന്മത്തെ എന്തെല്ലാം ചെയ്തു, ഇതിന്റെ പരിണിത ഫലമായി ഇനി എന്ത് ജന്മം കിട്ടും, ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് നിരന്തരം ഭഗവാന്റെ പാതയിൽ പോകാത്ത ആൾക്കാര് ഇങ്ങനെ ഉത്കണ്ഠാഭരിതരായിക്കൊണ്ടേയിരിക്കും. നാളെ എന്ത് ലോട്ടറിക്കാരെ പോലെ. നമുക്ക് നാളെ വേണ്ട. നമ്മളെല്ലാം സർവം കൃഷ്ണാർപ്പണമസ്തു ഭഗവാന് സമർപ്പിച്ചിരിക്കുകയാണ്. ഈ ആകുലതയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ അതിനുള്ള ഉപായം എന്ന് പറയുന്നത് കൃഷ്ണാവബോധമാണ്, കൃഷ്ണയെ കുറിച്ചുള്ള അറിവാണ്. സദാ കൃഷ്ണാവബോധത്തിൽ നമുക്ക് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എല്ലാ ഭയങ്ങളിൽ നിന്നും മോചിക്കപ്പെടാൻ സാധിക്കും. എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ സാധിക്കും. പക്ഷേ കൃഷ്ണാവബോധത്തിലല്ല നിൽക്കുന്നതെങ്കിൽ സദാ നമ്മളിങ്ങനെ ഭയന്നുകൊണ്ടേയിരിക്കും. ഭയം ദ്വിതീയാഭിനവേശത സ്വാത് എന്ന് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നു, ഭയം ദ്വിതീയാഭിനിവേശത സ്യാത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? ഭയത്തിൽ നിന്ന് നമ്മൾ മോചിക്കപ്പെടണം. മായാശക്തിയിൽ മുഴുകിപ്പോകുന്നത് കൊണ്ടാണ് ഭയം ഉണ്ടാവുന്നത്. കൃഷ്ണനിലാണ് ഉറച്ചു നിൽക്കുന്നതെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല, ഒന്നിനെ കുറിച്ചും ചിന്തിക്കേണ്ട കാര്യമില്ല. ഭഗവാൻ കൂടെ ഉണ്ട്. പിന്നെ എന്തിനു നമ്മൾ ഭയപ്പെടണം? മായാശക്തിയിൽ നിന്ന് മുക്തി നേടിയിട്ട് നമ്മൾ ഭൗതിക ശരീരങ്ങളല്ല, ഭഗവാന്റെ ആധ്യാത്മികമായിരിക്കുന്ന അംശങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മവിശ്വാസത്തോടെ ഭഗവാന്റെ സേവനത്തിൽ നിരന്തരം ഏർപ്പെടുന്നിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പേടിക്കാനൊന്നുമില്ല. പിന്നെ ഒന്നിനെ കുറിച്ചും ആലോചിച്ച് പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. ശോഭനമായിരിക്കും അവരുടെ ഭാവി എന്ന് പറയുന്നത്. എന്നാൽ ഭയത്തിൽ തന്നെ നിൽക്കാണ്, മായയിൽ തന്നെ നമ്മൾ പിടിച്ചു നിൽക്കുകയാണെങ്കിൽ എന്നും ചിന്തകൾ നമ്മൾ അലട്ടിക്കൊണ്ടേയിരിക്കും. നാളെ എന്താവും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. നാളത്തെ കാര്യം നാളെ, നടക്കുന്ന പോലെ നടക്കട്ടെ. അതേ നമുക്ക് പിടിച്ചു നിർത്താനും പറ്റൂല, നമുക്ക് വിടാനും പറ്റൂല. എന്ത് സംഭവിക്കുന്നു അടുത്ത സെക്കൻഡിൽ നിന്ന് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കാത്ത ഈ ലോകത്തില് കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ ഭഗവാൻ നമുക്ക് എന്നും തുണയായിരിക്കും. അവർക്ക് പേടിക്കേണ്ട കാര്യമില്ല. കൃഷ്ണാവബോധമില്ലാത്തവരുടെ അവസ്ഥയാണ് ഈ ഭയം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും വൈഷ്ണവരാണ്, കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. നമുക്കൊന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. കൃഷ്ണാവബോധമില്ലാത്തവരാണ് ഭയപ്പെടേണ്ടത്. കൃഷ്ണാവബോധമാർന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഭയരാഹിത്യം സാധ്യമാകൂ. അഭയം എന്ന് പറയുന്നത്
കൃഷ്ണാവബോധം ഇല്ലാത്ത ഒരു വ്യക്തിക്കാണ് അത് സാധ്യമാവുന്നത്. കൃഷ്ണാവബോധമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഭയമില്ലാത്ത ഒരു ജീവിതം സാധ്യമല്ല. കൃഷ്ണാവബോധമുള്ള വ്യക്തിക്ക് ഭയമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കും. മറ്റുള്ളവർക്ക് ദുഃഖമോ ആശയക്കുഴപ്പമോ ഒന്നും ചെയ്യാതിരിക്കുക. ഒരാൾക്ക് ദുഃഖമുണ്ടാവുന്ന കാര്യം ചെയ്യാതിരിക്കുക. അവരെ കൺഫ്യൂഷനിൽ കൊണ്ടുപോയി നിർത്തുന്ന കാര്യം ചെയ്യാതിരിക്കുക. ഇതാണ് അഹിംസ എന്ന് പറയുന്നത്. ഒരു ജീവിയെയും ഉപദ്രവിക്കാതിരിക്കുക. ഒരു വ്യക്തിക്ക് നമ്മൾ കാരണം വിഷമം ഉണ്ടാവാതിരിക്കുക. ഈ രീതിയിൽ അഹിംസയിലൂടെ മുന്നോട്ട് പോവുക. ഹിംസിക്കാതിരിക്കുക, ഒരാളെയും വേദനിപ്പിക്കാതിരിക്കുക. രാഷ്ട്രീയമായിരിക്കുന്ന സാമൂഹ്യ പ്രവർത്തകരും മനുഷ്യ സ്നേഹികളും വാഗ്ദാനം ചെയ്യുന്ന ഭൗതിക പ്രവർത്തനങ്ങൾ നല്ല ഫലങ്ങൾ ഉണ്ടാക്കില്ല, അല്ലെ? എടുത്തു പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്. നമ്മൾ കൃഷ്ണാവബോധത്തിൽ നിൽക്കുക. ഒരു തരത്തിലുള്ള ആരുടെയും ഭംഗി വാക്കുകളിൽ വീഴാതിരിക്കുക. അവർക്ക് ആധ്യാത്മിക വീക്ഷണം ഇല്ല എന്ന് തന്നെ പറയണം. ആധ്യാത്മിക വീക്ഷണം ഇല്ലാത്തത് കൊണ്ടാണ് പല പല കാര്യങ്ങൾ പറയുന്നത്. എന്നാൽ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പല ആവശ്യങ്ങൾക്ക് നമുക്ക് അവരെ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ട് നേരായ വഴിക്ക് പോവാ, നമ്മുടെ ആവശ്യങ്ങൾ പറയാ, നമ്മൾ തിരിച്ചു വരിക. നിങ്ങൾക്ക് ഏത് പാർട്ടിയിൽ വേണമെങ്കിലും വിശ്വസിക്കാം, ഏത് ദൈവത്തിൽ വേണമെങ്കിൽ വിശ്വസിക്കാം, പക്ഷെ അത് അഹിംസയുടെ പാതയിലായിരിക്കണം എന്ന് മാത്രം. ഹിംസയുടെ പാതയിലുള്ള ഒന്നിനെയും നമ്മൾ എന്ത് ചെയ്യുക? അംഗീകരിക്കാതിരിക്കുക. ഇതിന് കാരണം എന്ന് പറയുന്നത് മാനവ സമുദായത്തിന് ഏറ്റവും പ്രയോജനകരമായിരിക്കുന്നത് എന്താണെന്ന് ആർക്കും അറിഞ്ഞൂടാ. എല്ലാവരും അവനവന്റെ സുഖത്തിനും അവനവന്റെ നേട്ടത്തിനും വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടികളെ നോക്കിയാലും ഏത് സാമൂഹ്യ പ്രവർത്തകരെ നോക്കിക്കഴിഞ്ഞാലും അതിൽ നിന്ന് ഒരു പങ്ക് പറ്റിയിട്ടേ അവർ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യൂ, ഇല്ലേ? ഇതിൽ ഒന്നും പെടാതെ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നത് ആരായിരിക്കും? കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കുന്നവരായിരിക്കും. അവരൊരിക്കലും അവരുടെ നേട്ടം നോക്കില്ല. അവര് സമൂഹത്തിന് നന്മയുണ്ടാവുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയുള്ളൂ. മനുഷ്യ ശരീരത്തെ ശരിയായി ഉപയോഗിക്കാൻ ഉതകുന്ന പരിശീലനം ജനങ്ങൾക്ക് നൽകണം. ഈ മനുഷ്യ ശരീരം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അല്ലാതെ നമ്മൾ ഒരിക്കലും നമ്മൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന വ്യക്തിത്വങ്ങളായി നമ്മൾ മാറരുത്. നമ്മൾ കാരണം 10 പേർക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടോ, 10 പേർക്ക് വസ്ത്രം കിട്ടുന്നുണ്ടോ, വേദനിക്കുന്നവന് മരുന്ന് കിട്ടുന്നുണ്ടോ, സങ്കടപ്പെടുന്നവന് ആശ്വാസമായി മാറുന്നുണ്ടോ, ദാഹിക്കുന്നവന് വെള്ളം കിട്ടുന്നുണ്ടോ, ആ രീതിയിൽ നമ്മൾ ജീവിക്കണം. ആ മനുഷ്യ ശരീരം എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? സനാതന ധർമ്മം നിലനിർത്താനും അതുവഴി ജീവാത്മാക്കൾക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കാനും വേണ്ടി നമ്മുടെ ശരീരം ഉപയോഗിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ശരിയായ കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ അഹിംസ എന്ന് പറയുന്നത്. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടിയുള്ളതാണ് ഈ മനുഷ്യ ശരീരം, അല്ലെ? അല്ലാണ്ട് ഒരിക്കലും സ്വയം സുഖിക്കാൻ വേണ്ടി ഇന്ദ്രിയങ്ങളെ ഇങ്ങനെ കെട്ടഴിച്ചു വിട്ട പോലെ ജീവിക്കാനുള്ളതല്ല മനുഷ്യ ശരീരം. ആ ലക്ഷ്യപ്രാപ്തിക്ക് ഉതകാത്ത ഏതൊരു പ്രസ്ഥാനവും ഏതൊരു കമ്മീഷനും മനുഷ്യ ശരീരത്തെ ഹിംസയിലേക്കാണ് നയിക്കുന്നത്. നന്മയുടെ പാതയിലേക്ക് കൊണ്ടുപോകാത്ത ഏത് പ്രസ്ഥാനമായാലും ശരി, അത് ഹിംസയാണ് എന്ന് മനസ്സിലാക്കണം. ഭാവിയില് ജനങ്ങളെ ആധ്യാത്മിക സുഖത്തിലേക്ക് നയിക്കാവുന്നത് എന്തും അഹിംസയാണ്. ഇപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുന്നുണ്ട്, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന എന്താണ്? കൃഷ്ണാവബോധമാണ്, അല്ലെ? ഈ കൃഷ്ണാവബോധം നമുക്ക് എന്താ ലഭിക്കുന്നത്? ഭാവിയിൽ അവർക്ക് ആധ്യാത്മികമായിരിക്കുന്ന ഒരു ഉയർച്ചയാണ് അവർക്ക് ലഭിക്കുന്നത്. ഈ ആധ്യാത്മിക ഉയർച്ച ലഭിക്കാത്ത പക്ഷം എന്താ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാന്ന് ആർക്കും പറയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ നന്മയുടെ പാതയിലേക്ക് പോവാം. ഈ നന്മയുടെ പാതയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അവർക്ക് എന്ത് നല്ലത് ചെയ്തു കൊടുക്കാൻ പറ്റും, ആർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആലോചിച്ച് ചിന്തിച്ചിട്ട് പോവാം. മണിക്കുട്ടൻ KG ചോദിക്കുന്നു, ഈ പറയുന്ന ആൾ എത്ര പേർക്ക് ഉപകാരം ചെയ്യുന്നുണ്ട്? ആദ്യമായിട്ടാണ് ഗുരുവായൂർ മഞ്ജരീസിന്റെ പേജിൽ കയറിയെന്നുള്ളത് ആ ചോദ്യത്തിൽ നിന്ന് മനസ്സിലായി. ഒന്ന് സമയം കിട്ടുമ്പോൾ യൂട്യൂബിൽ കയറി ഗുരുവായൂർ മഞ്ജരീസ് എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ FBയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ താങ്കളുടെ ഈ സംശയം മാറിക്കിട്ടും. ഓക്കെ, കൃഷ്ണാവബോധവാനായ ഒരു വ്യക്തിക്ക് തുഷ്ടി സംതൃപ്തിയാണ്. മനസ്സിലായില്ലേ? അവർക്ക് തുഷ്ടി എന്ന് പറയുന്നത് സംതൃപ്തിയാണ്. ഒന്നും കൂടി പറഞ്ഞുതരാം. ഈ ക്ലാസ് കാണുന്നതിൽ 70% ആളുകൾക്കും ഈ പറയുന്ന ആൾ എന്ത് ചെയ്തു കൊടുത്തെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. അപ്പോ അനാവശ്യമായിരിക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ ഭൗതിക വസ്തുക്കൾ വീണ്ടും വീണ്ടും നേടിക്കൂട്ടാനുള്ള ഒരു ആകാംക്ഷ നമുക്ക് പാടില്ല. ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ പല പല കാര്യങ്ങളുണ്ട്. പക്ഷെ എപ്പോഴും ഇതെല്ലാം എനിക്ക് എന്ന ചിന്ത വേണ്ട. കാരണം ഒരു മനുഷ്യൻ സമ്പാദിക്കാവുന്നതിനേക്കാൾ കൂടുതൽ സമ്പാദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി എത്ര കാലം ജീവിക്കും, അല്ലെങ്കിൽ ഇത് നാളെ എന്ത് സംഭവിക്കും, ഇതൊന്നും നമുക്ക് അറിഞ്ഞൂടാ, അല്ലെ? അപ്പൊ ഇതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് എന്ത് ലഭിക്കുന്നുവോ ആ ലഭിക്കുന്നതിൽ സംതൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കാം. അല്ലാതെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? എല്ലാം എനിക്ക് കിട്ടണം, ആർക്കും കൊടുക്കില്ല എന്ന ചിന്തയിലൂടെ നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകരുത്. നേടിക്കൂട്ടാനുള്ള ആ ഒരു ആകാംക്ഷ അത് നമുക്ക് വേണ്ട.
ഭഗവാന്റെ അനുഗ്രഹത്താൽ ലഭിക്കുന്നത് എന്തായാലും അതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടണം. അത് ദുഃഖമായാലും ശരി, സുഖമായാലും ശരി, നമ്മുടെ ജീവിതം സുഖ ദുഃഖ സമ്മിശ്രമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ലഭിക്കുന്നു അതിൽ നമ്മൾ തൃപ്തിപ്പെടാൻ പഠിക്കണം. അതാണ് സംതൃപ്തി എന്ന് പറയുന്നത്. അല്ലാതെ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോ ഞാൻ ഹാപ്പിയായി എന്ന് പറയുന്നത് സംതൃപ്തിയല്ല. ജീവിതത്തിൽ വരുന്ന സുഖ ദുഃഖങ്ങളെ, സമ്മിശ്ര ഫലങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക? ഒരേ മനസ്സോടുകൂടി നമ്മൾ സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിച്ചിട്ട് സംതൃപ്തിയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിച്ചാൽ അത് തന്നെയാണ് ഏറ്റവും സുഖകരമായ ജീവിതം. കുടിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നാലും ഭഗവാന് നന്ദി പറയാ, കൊട്ടാരത്തിൽ കിടക്കേണ്ട അവസ്ഥ വന്നാലും ഭഗവാന് നന്ദി പറയാ. രണ്ടിലും ദുഃഖിക്കാതിരിക്കുക, സുഖിക്കാതിരിക്കുക. ഒരു മീഡിയം ലെവലിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. തപസ്സിന്റെ കാര്യത്തില് വേദവിഹിതമായിരിക്കുന്ന നിബന്ധനകൾ പലതുണ്ട്. വേദവിഹിതമായിരിക്കുന്ന ഒരുപാട് നിബന്ധനകൾ തപസ്സിന്റെ കാര്യത്തിലുണ്ട്. പുലർച്ചയ്ക്ക് മുമ്പ് ഉണരണം, സ്നാനം, ഇതൊക്കെ ആ കൂട്ടത്തിൽ പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നേരം വെളുക്കുന്നതിനേക്കാൾ മുമ്പേ ഉണർന്ന് കുളിക്കാനും ചിലപ്പോൾ നമുക്ക് പ്രയാസം ഉണ്ടാവും. പല പല അസുഖങ്ങള്, പ്രയാസങ്ങളുള്ളവർക്ക് ചിലപ്പം ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേക്കുക, കുളിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പ്രയാസമുണ്ട്. എന്നാൽ ഈ രീതിയിലുള്ള വിഷമങ്ങള് സ്വമേധ്യാ അനുഭവിക്കുന്നതിനെയാണ് തപസ് എന്ന് പറയുന്നത്. ഈ അവസ്ഥയെ മറികടന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിനെ നമുക്ക് തപസ് എന്ന് പറയാം. തപമാണ്, ഒരു കംപ്ലീറ്റ് ഡെഡിക്കേഷൻ. അവർക്ക് എന്താണ്? ശരീരബോധമില്ല എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ശരീരബോധമുള്ള വ്യക്തികൾക്ക് ഒരിക്കലും തപസ്സിലേക്ക് വരാൻ കഴിയില്ല. ശരീരബോധമില്ലാതെ ഞാൻ ഇത് ചെയ്യും. ഇപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് ഇപ്പൊ ഡെയിലി തല കുളിക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. വേണ്ട, നിങ്ങൾ മേല് കഴുകുക, ശരീരം കഴുകുക, വൃത്തിയാക്കുക. ആദ്യം വേണ്ടത് ഹൃദയത്തിന്റെ വൃത്തിയാണ്. അതിനേക്കാൾ വലിയൊരു വൃത്തി നമുക്കില്ല, അല്ലെ? ഹൃദയം ശുദ്ധമാണെങ്കിൽ പിന്നെ ഏത് സമയത്ത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഭഗവാനെ വിളിക്കാം. കലിയുഗത്തിൽ നാമജപത്തിലൂടെയാണ് അദ്ദേഹത്തോട് നമുക്ക് അടുക്കാൻ സാധിക്കുന്നത്. ആ നാമജപം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഇത് തന്നെ ഒരു തപസ്സാണ്. മാസത്തിൽ ചില പ്രത്യേക സമയങ്ങളിൽ നമുക്ക് ഉപവാസങ്ങളുണ്ട്, അല്ലെ? ഏകാദശി, പ്രദോഷം, ഷഷ്ടി, അങ്ങനെ കുറച്ച് ഉപവാസങ്ങളൊക്കെ നമുക്കുണ്ട്. സ്വാഭാവികമായിട്ടും ആർക്കും അങ്ങനെ ഉപവാസം എടുക്കാന്ന് പറഞ്ഞാൽ വലിയ താല്പര്യം ഉണ്ടാവില്ല. അയ്യോ, എങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കും എന്ന ചിന്തയാണ്. എന്നാൽ കൃഷ്ണാവബോധമായിരിക്കുന്ന അറിവിൽ മുന്നോട്ട് നീങ്ങാനുള്ള ഒരു ദൃഢനിശ്ചയം നമുക്ക് ശാരീരിക വിഷമങ്ങൾ സഹിക്കാനുള്ള ഒരു ശക്തി നമുക്ക് തരും. അപ്പോ നമുക്ക് എന്തായി? വൈദിക ആജ്ഞകൾക്കെതിരായിട്ടോ അനാവശ്യമായിട്ടോ ഉപവസിക്കാൻ പാടില്ല. വൈദികമായിരിക്കുന്ന ആജ്ഞകൾക്കനുസരിച്ച് വേണം ഉപവസിക്കാൻ. അതായത് നമുക്ക് പാരണ സമയം എന്ന് പറഞ്ഞാൽ അതിനൊരു കൃത്യതയുണ്ട്. ദശമി, ദ്വാദശി, ഏകാദശി, ത്രയോദശി, ഇതിനൊക്കെ നമുക്ക് ഓരോരോ നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങൾക്കനുസൃതമായിട്ട് വേണം നമ്മൾ ജീവിക്കാൻ. അതുകൊണ്ടാണ് നമ്മളിപ്പം ഏകാദശിയുടെ ഓതന്റിക് ആയിട്ടുള്ള ബുക്ക് മഞ്ജരീസിലൂടെ കൊടുക്കുന്നത് എല്ലാവർക്കും. അത് ആർക്ക് വേണമെങ്കിലും വാങ്ങാം. അതിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വാങ്ങിയവർക്കറിയാം. ഓരോ ഏകാദശിയെ കുറിച്ചും പറയുന്നുണ്ട്. എങ്ങനെ ഉപവസിക്കണം, അതുകൊണ്ടുള്ള ഗുണം എന്താണ്, ഏത് രീതിയിലാണ് അത് ചെയ്യേണ്ടത്. ഇങ്ങനെ ആധ്യാത്മികമായിരിക്കുന്ന വൈദിക ജ്ഞാനം അനുസരിച്ച് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. രാഷ്ട്രീയ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് ഉപവസിച്ചുകൂടാ. അതായത് നമ്മൾ നമ്മുടെ മാത്രം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപവസിക്കാൻ പാടില്ല. തമോ ഗുണത്തിലുള്ള ഉപവാസമായിട്ടാണ് ഭഗവത്ഗീത അതിനെ പറയുന്നത്. നമ്മൾ തമോ ഗുണത്തിലല്ല ഉപവസിക്കേണ്ടത്, സത്വഗുണത്തിലാണ് ഉപവസിക്കേണ്ടത്. രജോ തമോ ഗുണങ്ങളോടുകൂടി ചെയ്യുന്ന ഏതൊരു പ്രവൃത്തി ആയിക്കോട്ടെ അത് ആധ്യാത്മികമായിരിക്കുന്ന പുരോഗതിക്ക് നമുക്ക് കിട്ടില്ല. നമ്മൾ രജോ തമോ ഗുണങ്ങളിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്താലും അതിൽ ആധ്യാത്മിക പുരോഗതി വരില്ല. സാത്വികമായിരിക്കുന്ന ചിന്തകളിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്താണ്? ആധ്യാത്മികമായിരിക്കുന്ന പുരോഗതി കൈവരിക്കാൻ സാധിക്കും. സത്വഗുണത്തിൽ ചെയ്യുന്നതെല്ലാം പുരോഗതിയിലേക്ക് വരും. മനസ്സിലായില്ലേ? എന്തും സാത്വികമായിരിക്കുന്ന മനസ്സോടുകൂടി ചെയ്താൽ അത് നമുക്ക് ആത്മീയ പുരോഗതി കിട്ടും. അല്ലാതെ ഞാൻ ഇത് ചെയ്തു, ഞാൻ അത് ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യവും ചെയ്യാതിരിക്കുക. വേദജ്ഞാനസ്വാരം ചെയ്യുന്ന ഉപവാസം ആധ്യാത്മിക ജ്ഞാനമുള്ളവനെ സൃഷ്ടിപ്പെടുത്തുന്നു. വേദജ്ഞാനം, അതായത് അങ്ങനെ ഒരു അറിവോടുകൂടിയുള്ള എന്തൊരു കാര്യം ചെയ്താലും അത് നമ്മളെ ഭഗവാൻ ഉയർത്തിക്കൊണ്ടേ വരും. കാരണം എന്താ? അത് ഭഗവാനിലേക്കുള്ള ഒരു പാതയാണ്. ഈ തമോ ഗുണം രജോ ഗുണത്തിലൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് ആധ്യാത്മികമായിട്ട് ഉയരാൻ സാധിക്കില്ല. ഒരാള് തന്റെ സമ്പത്തിന്റെ പകുതി ഭാഗം നല്ല കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കണം എന്നാ പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ദാനം എന്ന് പറയുന്നത്. അത് 1 രൂപയായാലും ശരി, ഒരു വസ്ത്രമായാലും ശരി, എന്തായാലും പാവപ്പെട്ടവന് കൊടുക്കുക. നമ്മളുടെ അത്ര ഉയർന്നു വരാൻ സാധിക്കാത്ത, വിശപ്പ് സഹിക്കാൻ പറ്റാത്തവനുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുക. ദാഹിച്ചു കിടക്കുന്നവനുണ്ടെങ്കിൽ വെള്ളം കൊടുക്കുക. വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുക. മരുന്നില്ലാത്തവന് മരുന്ന് കൊടുക്കുക. ഗതികെട്ടവനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. അല്ലാതെ ഇട്ടോട്ട് ചവിട്ടാതിരിക്കുക. ഇങ്ങനെ മനസ്സുകൊണ്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ദാനം ചെയ്യുകയാണെങ്കിൽ ആ ദാനത്തിന്റെ അനുഗ്രഹം ഒരിക്കലും നമ്മളെ വിട്ടുപോകില്ല. നമ്മുടെ പരമ്പരകൾക്ക് തന്നെ അത് ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.
എന്താണ് ഈ നല്ല കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണാവബോധം അനുസരണ പ്രവർത്തിക്കുന്നതിനെയാണ് നല്ല ഒരു കാര്യം എന്ന് പറയുന്നത്. എന്ത് ചെയ്യുമ്പോഴും അത് കൃഷ്ണാവബോധത്തോടു കൂടി ചെയ്യാം. ഉത്തമമായിരിക്കുന്ന ഒരു കർത്തവ്യമാണ് കൃഷ്ണാവബോധം. കൃഷ്ണൻ നല്ലവനായതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടിയുള്ളതെല്ലാം നല്ലതാണ്, അല്ലെ? ഭഗവാൻ കംപ്ലീറ്റ് ആണ്. അപ്പം ഭഗവാൻ കംപ്ലീറ്റ് ആയതുകൊണ്ടും ഭഗവാൻ നല്ലതായതുകൊണ്ടും സാത്വികമായതുകൊണ്ടും അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അങ്ങനെയായിരിക്കും. അതുകൊണ്ട് കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കാണ് ദാനം ചെയ്യേണ്ടത്. കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾ എന്ന് പറയുമ്പോൾ ആരാണ്? എല്ലാവരിലും കൃഷ്ണാവബോധമുണ്ട്. അത് ഉണർത്തിക്കൊണ്ടുവരാനുള്ള സാഹചര്യമാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്, അല്ലെ? തെരുവിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് ചിലപ്പം കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് മാത്രമേ അറിയൂ, അദ്ദേഹം എന്താണെന്ന് ആധികാരികമായിട്ട് അറിയില്ല. പക്ഷെ കൃഷ്ണപ്രസാദം അവരിലേക്ക് എത്തുമ്പോൾ ഇത് ഭഗവാന്റെ കാരുണ്യമാണ് എന്ന ചിന്ത ആ ആത്മാവിനെ ഉണർത്തിക്കൊണ്ടുവരും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാം? ദാനധർമാദികൾ ചെയ്യാം. ബ്രാഹ്മണർക്കാണ് ദാനം ചെയ്യേണ്ടതെന്ന വൈദിക സാഹിത്യങ്ങൾ പറയുന്നുണ്ട്, അല്ലെ? ബ്രാഹ്മണർക്ക് മാത്രമേ ദാനം ചെയ്യാൻ പറ്റൂന്ന്. വേദാജ്ഞാനുസാരം അത്ര ഉത്തമമായ നിലയിലല്ലെങ്കിൽ കൂടിയും, വേദങ്ങളിൽ നിന്ന് പറയുകയാണെങ്കിൽ അത്ര ഉത്തമമല്ലെങ്കിൽ കൂടിയും ഇതൊക്കെ ഇന്നും നടന്നു പോകുന്ന കാര്യങ്ങളാണ്. എന്നാലും ബ്രാഹ്മണർക്ക് ദാനം ചെയ്യേണ്ടതാണ് ആജ്ഞ. വേദങ്ങളിൽ പറയുന്നത് ബ്രാഹ്മണർക്കാണ് ദാനം ചെയ്യേണ്ടത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അന്ന് പറയാനുള്ള കാരണം, അന്നത്തെ ബ്രാഹ്മണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരന്ന് അഷ്ടിക്ക് വകയില്ലാത്ത ആളുകളായിരുന്നു. ഒന്നും ആഗ്രഹിക്കില്ല, ഒരു ജോലിക്കും പോവില്ല. അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ക്ഷേത്രങ്ങള് പൂജ ചെയ്യുക. അപ്പൊ ക്ഷേത്രത്തിൽ വരുന്നവർക്കൊന്നും വലിയ ദക്ഷിണ കൊടുക്കാനൊന്നും ഇല്ല. പ്രത്യേകിച്ച് എന്താ പറയാ, ഈ വക പൂജാ ലിസ്റ്റ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. വരുന്നു, തൊഴുന്നു, വല്ല എന്തെങ്കിലും അവർ കൊടുത്തിട്ട് പോകുന്നു. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് അവർക്കൊരു കൃത്യമായ ശമ്പളമുണ്ട്. അവർ പല തരത്തിലുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ച് ഉയർന്ന നിലയിലോട്ട് എത്തിക്കഴിഞ്ഞു. അപ്പൊ പിന്നെ ആ ബ്രാഹ്മണ കുലത്തെ ആദരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. ആ ബ്രാഹ്മണ കുലത്തെ ആദരിക്കുക, വർഷത്തിലൊരിക്കൽ അവർക്കൊരു വസ്ത്രമോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കുക, അതൊക്കെ ഒരു നല്ല കാര്യം. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സമൂഹത്തിന്റെ താഴേക്കിടയിൽ കിടക്കുന്ന വ്യക്തികളെയാണ്. കാരണം ബ്രാഹ്മണരല്ലാത്ത കുലത്തിൽ പറഞ്ഞ ഒരുപാട് മനുഷ്യര് നമുക്ക് ചുറ്റുമുണ്ട്. അവര് അനുഭവിക്കുന്നതും ഇതേ ബ്രാഹ്മണൻ അനുഭവിക്കുന്ന വിശപ്പ് തന്നെയാണ്, ഇതേ വേദന തന്നെയാണ് അവരനുഭവിക്കുന്നത്. അവര് ബ്രാഹ്മണരല്ലാത്തത് കൊണ്ട് അവരെ മാറ്റി നിർത്തണം എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം എന്താ, അവരും മനുഷ്യരാണ്, അവരും ഭഗവാന്റെ സൃഷ്ടികളാണ്. അവരെയും സംരക്ഷിക്കേണ്ട ചുറ്റുപാടും ഉത്തരവാദിത്വവും നമുക്കുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ ബ്രാഹ്മണ കുലത്തെ നമ്മൾ ആദരിക്കുക, അവരെ നിന്ദിക്കാതിരിക്കുക. കാരണം അവര് നല്ല പൊസിഷനിൽ ജീവിക്കുന്ന ആളുകൾക്ക് നമ്മൾ ദാനം ചെയ്തിട്ട് എന്താ കാര്യം? അവർക്ക് ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, മരുന്നുണ്ടെങ്കിൽ പിന്നെ വീണ്ടും നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവരെ റെസ്പെക്ട് ചെയ്യുക, എന്നിട്ട് ഇല്ലാത്തവന് നമ്മൾ കൊടുക്കുക. അപ്പൊ അത് ക്ലിയർ ആയി. എന്തുകൊണ്ട്? അവർ ഉത്കൃഷ്ടമായിരിക്കുന്ന ആധ്യാത്മിക ജ്ഞാന സമ്പാദനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് തന്നെയാണ്, അല്ലെ? അവർ ഉത്കൃഷ്ടമായിരിക്കുന്ന വൈദിക സംസ്കാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് അവർക്ക് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം ഒരു ബ്രാഹ്മണൻ ബ്രഹ്മത്തെ അറിയുന്നതിനായി അവന്റെ ആയുഷ്കാലം മുഴുവൻ അർപ്പിക്കണം, അല്ലെ? അവന്റെ ബ്രഹ്മത്തെ അറിയാൻ വേണ്ടി ആയുഷ്കാലം, ജീവിത അവസാനം വരെ അർപ്പിക്കുന്നുണ്ട്. അപ്പോ ബ്രഹ്മജ്ഞാനാധീതി ബ്രാഹ്മണ, ബ്രഹ്മജ്ഞാനിയാണ് ബ്രാഹ്മണൻ. മനസ്സിലായില്ലേ? ബ്രഹ്മജാനാതീതി ബ്രാഹ്മണ ബ്രഹ്മജ്ഞാനി. ഇതാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. തങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന ധനം സമ്പാദിക്കാൻ സമയം കിട്ടാത്ത വിധത്തിൽ സദാ ആധ്യാത്മിക സേവനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് ബ്രാഹ്മണർക്ക് ദാനം ചെയ്യണമെന്ന് പറയുന്നത്. അവരെപ്പോഴും ബ്രഹ്മത്തെ അറിയാനുള്ള ഒരു തിരക്കിലാണ്, എന്നിട്ട് അവരത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന തിരക്കിലാണ്. അപ്പൊ അവർക്ക് അഷ്ടിക്ക് വകയുണ്ടാവില്ല. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ സഹായിക്കേണ്ടത്. എന്നാൽ കോടിക്കണക്കിന് സമ്പാദ്യം വെച്ചിരിക്കുന്ന ബ്രാഹ്മണനെ പോയിട്ട് വീണ്ടും അവന് ഭക്ഷണവും വസ്ത്രവും കൊടുക്കേണ്ട കാര്യമില്ല. അവരെ ബഹുമാനിക്കുക, കാരണം ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവനാണ്. എന്നാൽ അതിൽ തന്നെ ഗതികെടുന്ന ബ്രാഹ്മണന്മാരുണ്ടെങ്കിൽ അവർക്ക് നമ്മൾ വേണ്ട ദാനം ചെയ്യുക, ഒപ്പം മറ്റ് ജീവാത്മാക്കൾക്കും ദാനം ചെയ്യുക. വൈദിക സാഹിത്യം അനുസരിച്ച് സന്യാസിയും ദാനം വാങ്ങാൻ അർഹനാണ്, അല്ലെ? എല്ലാം ഒഴിവാക്കിയിട്ട് ഭഗവാനെ എന്ന് വിളിച്ച് നടക്കുന്ന സന്യാസി, ഉത്തമ സന്യാസിമാർ എന്ന് പറയണം. ഉത്തമ സന്യാസിമാർക്കും നമ്മൾ ദാനം കൊടുക്കണം, അവരത് വാങ്ങണം. സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് തോറും ഭിക്ഷയ്ക്ക് ചെല്ലുന്നത് ധനം നേടാനല്ല, പിന്നെന്തിനാ? ദൗത്യ നിർവഹണത്തിനാണ്, അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ. അജ്ഞാന നിദ്രയിൽ നിന്ന് ഗൃഹസ്ഥന്മാരെ ഉണർത്തുന്നതിനെയാണ് സന്യാസി വീടുതോറും സഞ്ചരിക്കുന്നത്. അല്ലാതെ അവന്റെ ജീവിതത്തിൽ പൈസ സമ്പാദിക്കാനോ മറ്റോ അല്ല. എന്നാൽ ഇന്നത്തെ ഈ കലിയുഗത്തിൽ അങ്ങനത്തെ സന്യാസിമാർ ഇഷ്ടം പോലെയുണ്ട്.
കുറെ ബാങ്ക് ബാലൻസ് വെക്കണം, കുറെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ പറയുന്ന സന്യാസിമാരുണ്ട്. തിരിച്ചറിയാ യഥാർത്ഥ സന്യാസി എന്താണ്? അവർക്ക് ഒന്നിനെ കുറിച്ചും ചിന്തയില്ല, ആഗ്രഹങ്ങളില്ല, ആവശ്യങ്ങളില്ല, ഒന്നുമില്ല. അവരൊട്ടും ഒന്നിനും പോവില്ല. അവരിങ്ങനെ വീടുകൾ തോറും നടക്കും. എന്തിനാണ്? ഗൃഹസ്ഥാശ്രമികൾക്കൊരു ബോധം കൊടുക്കാൻ. സന്യാസം എന്ന് പറയുന്നൊരു ജീവിതമുണ്ട്, ആ ജീവിതത്തിൽ ഇങ്ങനെയാണ് എന്നൊരു ബോധം, ഒരു അവബോധം അവരിലേക്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഗൃഹസ്ഥാശ്രമർ എന്താ ചെയ്യുന്നത്? കുടുംബജീവിത കാര്യങ്ങളിൽ മുഴുകിയിരിക്കുകയാണ് അല്ലെ? ഗൃഹസ്ഥാശ്രമികള് തങ്ങളുടെ യഥാർത്ഥമായിരിക്കുന്ന ജീവിതത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കൃഷ്ണാവബോധം ഉണർത്തുക എന്നതാണെന്നുള്ളത് അവർ മറന്നു പോവാണ്. ഗൃഹസ്ഥാശ്രമികൾ മറന്നു പോകുന്നു. അതുകൊണ്ട് യാചകരായിട്ട് ചെല്ലുകയാണ് സന്യാസിമാര്. എന്നിട്ടോ ഗൃഹസ്ഥാശ്രന്മാരെ ഒക്കെ സമീപിച്ചിട്ട് അവർക്ക് കൃഷ്ണാവബോധത്തിലേക്കുള്ള ഒരു പ്രചോദനം നൽകുകയാണ് സന്യാസിമാര്. ഇതാണ് സന്യാസിയുടെ കർത്തവ്യം എന്ന് പറയുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു സന്യാസി ഇരുന്നിട്ട് അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, ആ സന്യാസിയെ പരിചരിക്കാൻ കുറെ ആളുകളുണ്ട്. ഇതൊരു സന്യാസമല്ല. സന്യാസിയെ ആർക്കും പരിചരിക്കേണ്ട കാര്യമില്ല. അവരൊരിക്കലും അത് ആഗ്രഹിക്കുന്നുമില്ല. അവർ കൃഷ്ണാവബോധത്തെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കാനും ഗൃഹസ്ഥാശ്രമികളെ കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരാനും ഭൗതിക ലോകത്തിൽ നിന്ന് ജീവാത്മാക്കളെ ആത്മീയ ലോകത്തിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടുള്ള ഒഴിഞ്ഞുവെച്ച ജീവിതമായിട്ടാണ് സന്യാസിയുടെ ജീവിതത്തെ കാണേണ്ടത്. വേദങ്ങൾ പറയുന്നത് പോലെ ഒരാൾ ഉണർന്ന് പ്രവർത്തിച്ച് മനുഷ്യജന്മം കൊണ്ട് നേടാവുന്നത് നേടുക തന്നെ ചെയ്യണം. ഒരു വ്യക്തി ഉണർന്ന് പ്രവർത്തിക്കണം. ഇതാണ് ജീവിതം, ഇതാണ് ജന്മം, ഇതാണ് ശരീരം, ഇതാണ് ആത്മാവ് എന്ന ചിന്തയിലൂടെ ഉണർന്ന് പ്രവർത്തിച്ചിട്ട് ആധ്യാത്മിക പുരോഗതി നേടണം. ഇതിനുള്ള അറിവും രീതിയും സന്യാസികൾ പറഞ്ഞു തരുന്നുണ്ട്. അതിനാൽ സന്യാസികൾക്കും ബ്രാഹ്മണർക്കും സത്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ദാനം നൽകണം. അവരെ സന്തോഷിപ്പിക്കാനല്ല കൊടുക്കേണ്ടത്. അവരത് ഉപയോഗിച്ചിട്ട് നല്ല സത്കർമ്മങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പുള്ള വ്യക്തിത്വങ്ങൾക്ക് വേണം ദാനം നൽകാൻ. അല്ലാതെ അനാവശ്യ പ്രവർത്തനങ്ങൾക്കല്ല നമ്മൾ ദാനം നൽകേണ്ടത്. ഉത്തമ ഭക്തനായിട്ട് അറിയപ്പെടുമ്പോൾ മാത്രമേ ഒരാൾ പ്രശസ്തനാകുന്നുള്ളൂ അല്ലെ? ഒരു ഉത്തമ ഭക്തൻ നമ്മൾ കണ്ടില്ലെങ്കിൽ, ഇപ്പൊ ഒറ്റ വാക്കിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു 1980 വരെയുള്ള സിനിമാ നടീ നടന്മാരെ കുറിച്ച് ചോദിച്ചാൽ കുറച്ചൊരു ഓർമ്മയും ബുദ്ധിയൊക്കെ ഉണ്ടാവും. ഇന്നെ പടം, ഇന്നെ രീതി. ഇതേ നമ്മൾ കുറച്ചും കൂടെ ബാക്കോട്ട് പോവുകയാണെങ്കിൽ പ്രേം നസീർ സാറിന്റെയും സത്യൻ സാറിന്റെയും ഒക്കെ കാലത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ട് അല്ലെ? ഈ ആർട്ടിസ്റ്റുകൾ എല്ലാവരെയും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. കൈവരിൽ എണ്ണാവുന്ന വ്യക്തികളെ നമ്മൾ ഓർത്തിരിക്കുന്നുള്ളൂ. എന്നാൽ അവർ അന്നത്തെ കാലത്ത് ഫേമസ് ആയിരുന്നു. ഇന്നും അവർ സിനിമാക്കാർക്കിടയിൽ ഫേമസ് ആണ്. പക്ഷെ അവരെ നമ്മൾ ഓർത്തിരിക്കുന്നുണ്ടോ? ഇല്ല. കാരണം എന്താണ്? അതിന് അത്രയുള്ളൂ. അത് ഭൗതികതയാണ്. എന്നാൽ 500 വർഷം മുമ്പേ ഉള്ള പൂന്താനം തിരുമേനിയെ കുറിച്ച് ചോദിച്ചാലും കൂറുരമ്മയെ കുറിച്ച് ചോദിച്ചാലും ആരെ കുറിച്ച് ചോദിച്ചാലും ഒരു കൃഷ്ണാവബോധത്തിൽ ഇരിക്കുന്ന ഒരു ഭക്തനെ കുറിച്ച് ചോദിച്ചാൽ ഭഗവാനെ സ്നേഹിക്കുന്നവർക്ക് ഹൃദയത്തിൽ അവർക്ക് വലിയ സ്ഥാനമാണ്. കാരണം എന്താ? ആ വ്യക്തി ഭക്തനാണ്. ആ ഭക്തി കൊണ്ടാണ് അവർ പ്രശസ്തമായിരിക്കുന്നത്. ആ യശസ് അഥവാ പ്രശസ്തി അതെങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈതന്യ മഹാപ്രഭു പറയുന്നു, അതാണ് ശരിയായ പ്രശസ്തി. ഒരു സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് ഒരു വലിയ സ്റ്റാർ ആയെന്ന് ഓർത്തിട്ട് അതൊരു പ്രശസ്തിയല്ല. ഞാൻ ആ പ്രശസ്തി ഒരിക്കലും ആഗ്രഹിക്കുന്ന ആളല്ല. കാരണം എന്താ? ആ പ്രശസ്തി കൊണ്ടല്ല ഒരു വ്യക്തിയായിട്ട് മാറേണ്ടത്. അങ്ങനെയുള്ളതിനെ പ്രശസ്തി എന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ? അത് ഈ ശരീരം നശിക്കുന്നതോടുകൂടി തീരുന്ന പ്രശസ്തിയാണ്. എന്നാൽ ഈ പൂന്താനം തിരുമേനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരബോധമില്ലാതെ കൃഷ്ണനെ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. ഭഗവാന് വേണ്ടി മാത്രം ജീവിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഓരോ വരികളും ഇന്നും ഗുരുവായൂർ നടക്കൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇല്ലേ? ആ പ്രശസ്തി, ആ യശസ്സാണ് സ്ഥിരമായിട്ടുള്ളത്. കാരണം എന്താ? ഭഗവാൻ സ്ഥിരനാണ്. സ്ഥിരമായിരിക്കുന്ന ഭഗവാനെ ആഗ്രഹിക്കുന്നവർക്കും സ്ഥിരതയുണ്ട് എന്ന് സാരം. ഒരാൾ കൃഷ്ണാവബോധത്തില് ഒരു ഉന്നത വ്യക്തിയായി അറിയപ്പെടു ചെയ്തു കഴിഞ്ഞാൽ അയാൾ യഥാർത്ഥത്തിൽ പ്രശസ്തനാകുന്നുണ്ട്. കൃഷ്ണന്റെ പാതയിൽ പോവുകയാണെങ്കിൽ, കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അത് പ്രശസ്തിയിലേക്കുള്ള വഴിയാണ്. അത്തരം പ്രശസ്തി ഇല്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്രശസ്തരാണ്. അല്ലാതെ കൃഷ്ണാവബോധം അല്ലാതെ ഒരു പ്രശസ്തിയിലേക്ക് പോവുകയാണെങ്കിൽ അത് അപ്രശസ്തരാണ് എന്ന് വേണം പറയാൻ. കുറെ വർഷങ്ങളായിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണെന്ന് നമ്മൾ ചിന്തിക്കുക. ആ ഹോസ്പിറ്റലില് ഒരു ഫേമസ് ആയ ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടർ ജീവിച്ചിരിക്കുന്ന കാലം വരെ മാത്രമേ ആ ഡോക്ടർക്ക് ആ പ്രശസ്തിയുള്ളൂ. ആ ഡോക്ടറിന്റെ മുമ്പേ അതിനേക്കാൾ കഴിവുള്ള ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആർക്കറിയാം? അറിഞ്ഞൂടാ. എല്ലാം വിടും. നമ്മുടെ വീട് നിൽക്കുന്ന സ്ഥലത്ത് ചുറ്റുപാടുകളിൽ കുറെ വർഷങ്ങൾക്ക് മുമ്പേ നല്ല നാട്ടുവൈദ്യന്മാരുണ്ടായിരുന്നു. ആർക്കറിയാമെന്ന് വെച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ ആരൊക്കെയാന്ന് പറയാം. എന്നാൽ ആ നാട്ടിൽ അന്ന് അയാൾ പ്രശസ്തനായിരുന്നു. ഇപ്പൊ പ്രശസ്തിയുണ്ടോ? ഇല്ല.
നല്ല അധ്യാപകൻ ഉണ്ടായിരുന്നു ആ കാലത്ത്. ആ അധ്യാപകന്റെ പേര് പറയാൻ പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടാ, കാരണം അന്ന് അയാൾ പ്രശസ്തനായിരുന്നു, ഇന്ന് പ്രശസ്തിയില്ല. അപ്പം ഈ താൽക്കാലികമായിരിക്കുന്ന അടിസ്ഥാനമില്ലാത്ത പ്രശസ്തിയുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. എന്നാൽ 500, 1000, 2000, 10,000 വർഷങ്ങൾക്ക് മുമ്പേ ഇരിക്കുന്ന കൃഷ്ണാവബോധത്തിലുള്ള ഒരു യഥാർത്ഥ ഭക്തനെ ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ജന്മം തുടക്കം മുതലുള്ള എല്ലാം നമ്മൾ പറയും അല്ലേ. കാരണം എന്താ, അത് കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിന്ന വ്യക്തിയാണ്. വിശ്വത്തിലെങ്ങും, അതായത് ഈ ലോകത്തിൽ എല്ലായിടത്തും, മാനവ സമുദായത്തിലും ദേവന്മാരുടെ സമൂഹത്തിലും ഈ ഗുണങ്ങളുണ്ട്. അതുപോലെ മറ്റ് ഗ്രഹങ്ങളിലും ഈ ഗുണങ്ങളുണ്ട്. കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കുന്ന പ്രശസ്തിയുണ്ട്. വിവിധമായിരിക്കുന്ന മനുഷ്യന്മാര് ഈ ഗുണങ്ങൾ അവിടെയുണ്ട്. കൃഷ്ണാവബോധത്തിലൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഭഗവാൻ ഈ ഗുണങ്ങളെല്ലാം അവരിൽ നിറച്ചിരിക്കുകയാണ്. എന്നാൽ ആളുകൾ സ്വയം ഈ ഗുണങ്ങൾ വളർത്തിയെടുക്കണം. എല്ലാരിലും നല്ല നല്ല ഗുണങ്ങൾ ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. ആ നല്ല ഗുണങ്ങളെ തിരിച്ചറിഞ്ഞ് അത് വളർത്തിയെടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നത്, നമ്മളൊരു ഉയർന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. പരപുരുഷന്റെ ഭക്തിയുത സേവനങ്ങളിൽ മുഴുകിയിരിക്കുന്ന ഒരാളിൽ, അതായത് ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ മുഴുകിയിരിക്കുന്ന ഒരാളിൽ ഭഗവാന്റെ നിശ്ചയത്താൽ എല്ലാ സദ്ഗുണങ്ങളും ലഭിക്കുന്നുണ്ട്. ഭഗവാന് ചിന്തിച്ച് ഭഗവാന് വേണ്ടിയിട്ട് ജീവിതം സ്വയം സമർപ്പണം ചെയ്ത ഒരു വ്യക്തിയുടെ ഉള്ളില് ഭഗവാന്റെ എല്ലാ ഗുണങ്ങളും ഭഗവാൻ നിറച്ചു കൊടുക്കും. നന്മയായാലും ശരി, തിന്മയായാലും ശരി, നമ്മൾ കാണുന്നത് എന്ത് തന്നെയാലും അത് ഭഗവാനിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. കൃഷ്ണനിൽ ഇല്ലാത്തതൊന്നും ഈ ഭൗതിക ലോകത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? കൃഷ്ണനിലുള്ളത് മാത്രമേ ഈ ഭൗതിക ലോകത്തിലുള്ളൂ. അദ്ദേഹത്തെ മാറ്റിവെച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും ഈ ഭൗതിക ലോകത്തിലില്ല. എല്ലാം വെവ്വേറെ സ്ഥിതി ചെയ്യുന്നുണ്ട്. നന്മ ഒരു ഭാഗത്ത്, തിന്മ ഒരു ഭാഗത്തൊക്കെ ഉണ്ട്. എന്നാൽ എല്ലാം തുടങ്ങുന്നത് കൃഷ്ണനിൽ നിന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ യഥാർത്ഥ ജ്ഞാനം എന്താണെന്നുള്ള ഒരു അവബോധം നമുക്ക് ലഭിക്കും. ഈ ജ്ഞാനത്തിലൂടെ, ഈ കൃഷ്ണാവബോധത്തിലൂടെ, ഈ ചിന്തയിലൂടെ മനസ്സിനെയും നമ്മുടെ ഹൃദയത്തെയും ദുഃഖത്തെയും ചിന്തയെയും നിയന്ത്രിച്ചുകൊണ്ട് ഭഗവാന്റെ പാതയിലൂടെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ ആധ്യാത്മിക ലോകത്തിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കും. അല്ലാത്ത പക്ഷം ജീവിതം ഒരിക്കലും സക്സസ് ആവില്ല. ഓക്കെ, നമ്മുടെ ജീവിതം സക്സസ് ആവണമെങ്കിൽ കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കുക. ക്ലിയർ? അപ്പൊ 10:21 ഇനി നാളെ രാവിലെ 8:30 മണിക്ക് കേട്ടോ. ഹാപ്പി? ഇന്നത്തെ ക്ലാസ് മനസ്സിലായോ? ഇന്നത്തെ ക്ലാസ് ചെറിയ ചെറിയ ക്ലാസ്സുകളാകുമ്പോൾ ഈസിയായി. നിങ്ങൾക്കും ഈസി, എനിക്കും ഈസി. എങ്കിലും തീരില്ല. അതുകൊണ്ടാണ് ചിലപ്പോൾ 2-3 ശ്ലോകം ഒരുമിച്ചെടുക്കുന്നത്. കുറെ ഇടയ്ക്കിടയ്ക്ക് വിട്ടു പോകില്ലേ. അതുകൊണ്ട് മാക്സിമം ക്ലാസ് ഷെയർ ചെയ്യുക. അത് കൃഷ്ണാവബോധത്തിന്റെ ഒരു വലിയ ഭഗവത് സേവനമാണ്. എല്ലാവരും ക്ലാസ് ഷെയർ ചെയ്യുക. ഭഗവാന്റെ തൃപാദങ്ങളെ മുറുകെ പിടിക്കുക. ഓക്കെ, ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപുരേഷൻ കി ജയ്. ഓം ശ്രീ മാത്രേ നമഃ. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. കൃഷ്ണാവബോധത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കട്ടെ. ജയ് ശ്രീ രാധേ രാധേ.